നാം ഓരോ സ്ഥലത്തും വന്നെത്തുന്നത് ദൈവനിയോഗത്താലാണ്. ഇന്ന് ദിവസം നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും ദൈവികമായ ചിന്ത പരസ്പരം ആലോചിക്കുവാനും ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ ഏറെ സ്തുതി സ്തോത്രത്തോടും സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടുമാണ് ഇന്ന് ഇവിടേക്ക് കടന്നു വന്നത്. 1979 ബെസേലിയസ് കോളേജിൽ അധ്യാപികയായിട്ട് വന്നു ചേർന്നത്. 1980കളിൽ അപൂർവം ചില ദേവാലയങ്ങളിൽ തിരുവചനത്തിൽ നിന്ന് ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കുവാനൊക്കെ പോയപ്പോൾ പലരിൽ നിന്നും അനുകൂലമല്ലാത്ത പ്രതികൂലമായ ഒത്തിരി വാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. സഭയിൽ സ്ത്രീകൾ സംസാരിക്കണമോ? എന്നാൽ 2011 കോളേജിൽ നിന്ന് വിരമിച്ച് പരിശുദ്ധ സഭ മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ ഒരു ചെറിയ ദൗത്യമേൽപ്പിച്ചപ്പോൾ അതിൽ പ്രധാനമായും ദൈവസന്നിധിയിൽ 5 പ്രാർത്ഥനകൾ ഇന്നും ഞാൻ തുടരുന്നുണ്ട്. അതിൽ ഒരു പ്രാർത്ഥന ഈ വലിയ ചെറിയ ദൗത്യത്തിൽ നിന്നും മാറുമ്പോഴേക്കും പരിശുദ്ധ സഭയിൽ അങ്ങോളം ഇങ്ങോളം സുവിശേഷം പ്രഘോഷിക്കുവാൻ ഒരു 25 സ്ത്രീകളെ നാഥ തരണമേ. 12 പേരുടെ പടമുള്ള ഒരു നോട്ടീസ് ഇവിടെ നിന്ന് വീട്ടിൽ വരികയും വാട്സാപ്പിൽ കാണുകയും ചെയ്തപ്പോൾ ബെസേലിയസ് കോളേജിൽ പഠിച്ച പ്രിയപ്പെട്ട മോഹൻ ജോസഫ് അച്ഛനോടും യുഹാനൻ ബേബി അച്ഛനോടും തോമസ് ജോർജ് അച്ഛനോടും ഇവിടുത്തെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇടവകാംഗങ്ങൾ എല്ലാവരോടും പ്രത്യേകമായ വ്യക്തിപരമായ കൃതജ്ഞത അർപ്പിക്കുകയും അതോടൊപ്പം ദൈവത്തെ അളവറ്റ് സ്തുതിക്കുകയും ചെയ്യുന്നു. പുതിയ നിയമം നാം പഠിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന്, ക്രിസ്തുവിനോട് ചേർന്ന്, തമ്പുരാനോട് ചേർന്ന് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അക്വിലാവിൻ്റെയും പ്രിസ്കില്ലായുടെയും ഭവനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ലുദിയായുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അവിവാഹിതയായ ഫേബയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെന്തേ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ മാറി നിൽക്കേണ്ടി വന്നത്? ഈ ഒരു വലിയ ചിന്തയിൽ നിന്നാണ് ഈ സന്തോഷവും ചാരിതാർത്ഥ്യവും നിങ്ങളെ അറിയിക്കുവാനായിട്ട് ആമുഖമായിട്ട് ശ്രമിച്ചത്. വളരെ 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 നന്ദി. ദൈവത്തിന് 1000 സ്തുതിയും അർപ്പിക്കുന്നു. വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണല്ലോ ശുനോയോ പെരുന്നാളിനോട് ചേർന്ന് നാം ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ വിഷയം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയമാണ് ക്രൈസ്തവ രക്ഷാകർതൃത്വം. വളരെയേറെ പഠിക്കേണ്ടതും വളരെയേറെ ചിന്തിക്കേണ്ടതും അതിലേറെ തമ്പുരാനേൽപ്പിച്ച വലിയ ദൗത്യം നാം നിർവഹിക്കേണ്ടതുമായ ഒരു വിഷയമാണ്. കാരണം ക്രൂശിലേക്ക് പോയപ്പോൾ തമ്പുരാൻ ഒരു ദൗത്യമേ പ്രത്യേകിച്ചും അമ്മമാരെ ഏൽപ്പിച്ചിട്ടുള്ളൂ. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവി. ഈ കരച്ചിൽ ഭൗതികമായ നേട്ടങ്ങളുടെ ഇടയിൽ കുറഞ്ഞു പോയതാണ് ഇന്നത്തെ എല്ലാ അരാജകത്വത്തിൻ്റെയും കാരണം. നമ്മുടെ വല്യമ്മച്ചിമാരുടെ തലമുറ വരെ ദേവാലയത്തിലും സന്ധ്യാനമസ്കാരത്തിലും പ്രഭാത നമസ്കാരത്തിലും അവർ ഓടി നടന്ന് വിവിധ വേലകളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴും ദൈവസന്നിധിയിൽ അളവില്ലാതെ അവർ കണ്ണുനീരിൻ്റെ തുരുത്തി പകർന്നിരുന്നു. എന്നാൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും ജോലിയും സൗകര്യങ്ങളും ലഭിച്ചപ്പോൾ അവർ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് തന്നെ ദൈവത്തേക്കാൾ എന്തോ തൊട്ട് എന്നുള്ള ഒരു ഭാവത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ കണ്ണുനീരിൻ്റെ തുരുത്തി നാം അറിയാതെ അടഞ്ഞുപോയി. അത് പൈശാചികമായ പ്രലോഭനമാവാം, അല്ലെങ്കിൽ ഭൗതിക സാഹചര്യങ്ങളിലൂടെ ആ നിറവിൽ നമ്മുടെ മനസ്സ് എവിടെയോ അടഞ്ഞു പോയതാവാം. അപ്പോൾ അത് തുറക്കുവാൻ വേണ്ടി തന്നെയായിരിക്കാം തമ്പുരാൻ ഇന്ന് ഈ വിഷയം തന്നിരിക്കുന്നത്, ക്രിസ്തീയ രക്ഷാകർതൃത്വം. ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ വിവാഹത്തോടുകൂടി പുരുഷൻ സ്ത്രീ എന്ന വലിയ കൽപ്പനയിലെത്തി ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പിതാവ് മാതാവ് എന്ന ഒരു പുതിയ ഉത്തരവാദിത്വത്തിലേക്ക് കടന്നു വരികയാണ്. സ്നേഹത്തിൻ്റെ വലിയ കലയാണ് പിതൃത്വവും മാതൃത്വവും. ദൈവത്തിൻ്റെ വലിയ കൃപയാണ് പിതൃത്വവും മാതൃത്വവും. ദൈവമേൽപ്പിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് പിതൃത്വവും മാതൃത്വവും. മക്കൾ നമ്മുടേതല്ല, മക്കൾ ദൈവത്തിൻ്റെതാണ്. പക്ഷേ ഈ ഭൂമിയിൽ
ഈ മക്കളെ ക്രമപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അവരെ ദൈവത്തിനും മനുഷ്യർക്കും അവർക്കും അവരായിരിക്കുന്ന സ്ഥലത്തും പ്രയോജനപ്രദമാക്കി, ഉണ്മയുള്ളവരാക്കി, സത്യസന്ധതയുള്ളവരാക്കി, വിശ്വസ്തതയുള്ളവരാക്കി, വിനയമുള്ളവരാക്കി വളർത്തുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് നമ്മളിൽ ഓരോരുത്തരിലും ഫലമേൽപ്പിച്ചിരിക്കുന്നത്. സത്യമായിട്ടും നമുക്കറിയില്ല ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. എന്നാൽ ഈ കണ്ണുനീരിൻ്റെ ഉറവ വറ്റാതെ സൂക്ഷിക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്നും അനന്തമായ കൃപയിലൂടി ഈ ഓരോ കുഞ്ഞിനെയും മനസ്സിലാക്കി, ഓരോ കുഞ്ഞും വ്യത്യസ്തയാണ്, ആ ഓരോ കുഞ്ഞിനെയും മനസ്സിലാക്കി ആ കുഞ്ഞിന് പരുക്കു പറ്റാത്ത വിധം ആ കുഞ്ഞിനെ ദൈവിക കൽപ്പനകൾ പാലിക്കുവാനും ദൈവകൃപയിൽ വളർത്തുവാനും നമുക്ക് തിരിച്ചറിവ് ലഭിക്കുന്നത്. അതുകൊണ്ട് നാം എത്രമേൽ ദൈവസന്നിധിയിൽ താഴ്ന്നാലാണ്, എത്രമേൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചാലാണ്, ദൈവം ദാനമായി തന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചാലാണ് അവർ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ പ്രകാശം അവർക്ക് ലഭിക്കണമെങ്കിൽ നാം വളരെയേറെ ദൈവസന്നിധിയിൽ താഴ്മപ്പെടുവാനുണ്ട് എന്ന ഒരു തിരിച്ചറിവാണ് ക്രിസ്തീയ രക്ഷാകർതൃത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാവേണ്ടത്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, അത് ഒരിക്കലും കുറഞ്ഞു പോകാതിരിക്കത്തക്കവണ്ണം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. 2, ദൈവം ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തം ഞാൻ എങ്ങനെ നിർവഹിക്കുന്നു എന്ന ചോദ്യം നമ്മോട് തന്നെ ഇടവിട്ട് ചോദിച്ചുകൊണ്ട് ഇരിക്കുക. ബാല്യ, കൗമാര, യൗവനാവസ്ഥയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയതിൽ നമുക്ക് പറ്റിപ്പോയ പിഴവുകൾ ഓർത്ത് ദൈവത്തോട് മാപ്പ് ചോദിക്കേണ്ട വലിയ ഒരു ഭാരം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തിയതിൽ എപ്പോഴും എല്ലായ്പ്പോഴും ശരിയാണ് എന്ന ചിന്തയല്ല. എൻ്റെ കുഞ്ഞിനെ വളർത്തിയതിൽ എനിക്ക് അപാകതകൾ വന്നിട്ടുണ്ട്, ദൈവത്തോടും മനുഷ്യരോടും മക്കളോടും തെറ്റിപ്പോയിട്ടുണ്ട് എന്ന ഒരു ഭാരമിറക്കി വെക്കൽ ഒരു നോമ്പ് അവസാനത്തിലെങ്കിലും ഉണ്ടായില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഉണ്ടാകുന്നത്? അപ്പോൾ ഈ ഒരു ഭാരമിറക്കി വെക്കലിൻ്റെ കൂടെ സമയമാണ് സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു കൂടിവരവ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു പുസ്തകമാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ. അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ച് ഡോക്ടർ കലാം എഴുതിയ ഒരു കൊച്ചു വരി ഉണ്ട്. ഓ മദർ, യു നോ ദ പെയിൻ ഓഫ് യുവർ ചിൽഡ്രൻ. സത്യമായിട്ടും ആ വരി വായിച്ചതിൽ പിന്നെ അതൊരു വേട്ടയാടലിൻ്റെ വരിയായിട്ടെന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ദൈവം ദാനമായി ഭവനത്തിൽ തന്ന 3 കുഞ്ഞുങ്ങളെയും അവരോടൊത്തു ചേർന്ന അവരുടെ ജീവിത പങ്കാളികളെയും ദാനമായി തന്ന 9 കൊച്ചുമക്കളെയും പഠിപ്പിക്കുവാൻ ഏൽപ്പിച്ച 1000 കുഞ്ഞുങ്ങളെയും അവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ, അവരെ എനിക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ സാധിച്ചിട്ടില്ലല്ലോ എന്നോർത്ത് എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ ഞാൻ മാപ്പ് ചോദിക്കാറുണ്ട്. ആ ഒരു വരി അധികം വിദ്യാഭ്യാസമില്ലാതിരുന്ന, അധികം ഗ്രാമത്തിനപ്പുറം കാണാതിരുന്ന ഒരു പാവപ്പെട്ട സ്ത്രീക്ക് തൻ്റെ നിരവധി മക്കളുടെ സങ്കടങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നു എങ്കിൽ നമുക്ക് നമ്മുടെ മക്കളുടെ സങ്കടങ്ങൾ അറിയുവാൻ സാധിക്കുമായിരുന്നോ, സാധിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പങ്കുവെക്കേണ്ട ഒന്നാമത്തെ കാര്യം, ദൈവം ദാനമായി തന്ന കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവരുടെ സങ്കടങ്ങളും വേദനകളും നൊമ്പരങ്ങളും ആവലാതികളും നമുക്ക് മനസ്സിലായിട്ടുണ്ടോ, ഉൾക്കൊള്ളുവാൻ സാധിച്ചിട്ടുണ്ടോ, തക്ക സമയത്ത് അവരെ ആശ്വസിപ്പിക്കുവാൻ പറ്റിയിട്ടുണ്ടോ? ഞങ്ങളുണ്ട് കൂടെ, ദൈവമുണ്ട് കൂടെ എന്ന ധൈര്യം അവർക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ? തമ്പുരാനെ, പിഴവ് പറ്റിപ്പോയിട്ടുണ്ട്, ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയോടും, സ്ഥിരമായ പ്രാർത്ഥന ദൈവം തിരിച്ചു വിളിക്കുന്നത് വരെയും ഈ പ്രാർത്ഥന നമ്മൾ തുടരേണ്ടവരല്ലേ എന്ന ഒരു ചിന്തയോടുകൂടി നമുക്ക് ദൈവത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നാം ആരാണ്? നാം ദൈവം ദാനമായി നൽകിയിരിക്കുന്ന മക്കളുടെ കാവൽക്കാരാണ്. നാം നമ്മളുടെ മക്കളുടെ ഈ ഭൂമിയിലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവരാണ്. ആ രീതിയിൽ ഏറ്റവും ശക്തമായ ചുമതലക്കാരാണ്, മക്കളുടെ ചുമതലക്കാരാണ് നാം. പലപ്പോഴും പ്രായമായ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ തല ഏതാണെന്ന് ചോദിച്ചാൽ ചുമതലയാണ്.
ഈ ചുമതല ഭംഗിയായിട്ട് ഏറ്റെടുക്കുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ അതിൽ അനേകം ആളുകൾ ഈ രക്ഷാകർതൃത്വത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യിരെമ്യാ പ്രവചനം 35-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ രക്ഷാകർതൃത്വത്തിൻ്റെ ഉത്തമ ഉദാഹരണം തിരുക്കുടുംബം കഴിഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തമായൊരു ഉദാഹരണമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യോനാദാബ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് കൊടുത്ത ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമ്മളും നമ്മുടെ മക്കൾക്ക് ചില നിർദ്ദേശങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കൊടുത്തിട്ടുള്ളവരാണ്, കൊടുത്തുകൊണ്ടിരിക്കുന്നവരുമാണ്. ഇദ്ദേഹം യോനാദാബ് കൊടുത്ത ഇൻസ്ട്രക്ഷൻ ഇത്രയും മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ മക്കളും വീഞ്ഞ് കുടിക്കരുത്. ഒന്നാമത്തെ ക്ലോസ് ആണ്, നിങ്ങളും നിങ്ങളുടെ മക്കളും വീഞ്ഞ് കുടിക്കരുത്, നിങ്ങളും നിങ്ങളുടെ മക്കളും വീട് പണിയരുത്, നിങ്ങളും നിങ്ങളുടെ മക്കളും വിത്ത് ഇടരുത്, നിങ്ങളും നിങ്ങളുടെ മക്കളും മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, കൂടാരങ്ങളിൽ മാത്രം നിങ്ങൾ പാർക്കുക. ഇതൊരു വലിയ മെസ്സേജാണ് അദ്ദേഹം കൊടുത്തത്. യുദ്ധമുണ്ടായ കാലത്ത് അവരായിരുന്ന സ്ഥലങ്ങളിൽ കൂടാരങ്ങളിൽ പാർത്തിരുന്നവർക്ക് യെരൂശലേമിലേക്ക് പോകേണ്ടി വന്നു. അവിടെ ദേവാലയത്തിനോട് അടുത്തുള്ളതായ ഒരു മുറിയിൽ ഇവരെ എല്ലാവരെയും കൊണ്ടുവന്നിട്ട് അവിടെ വീഞ്ഞു വിളമ്പിയിട്ട് പറയുകയാണ്, നിങ്ങൾ വീഞ്ഞു കുടിക്കുക. വീഞ്ഞ് പകർന്നു കൊടുക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ പത്രത്തിലും വാട്സാപ്പിലും ഒക്കെ DJ പാർട്ടികൾ, ലഹരി മരുന്നിൻ്റെ പാർട്ടികൾ, മദ്യത്തിൻ്റെ പാർട്ടികൾ, ഇതൊക്കെ നമ്മൾ വായിക്കുന്നവരാണ്. ഇവിടെ ഇവരെ നിർബന്ധിക്കുകയാണ്, നിങ്ങൾ വീഞ്ഞു കുടിക്കുക. പെട്ടെന്ന് അവരെഴുന്നേറ്റ് പറയുകയാണ്, ഞങ്ങളുടെ പിതാവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വീഞ്ഞു കുടിക്കരുത്, വീട് പണിയരുത്, വിത്ത് വിതയ്ക്കരുത്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, കൂടാരങ്ങളിൽ മാത്രമേ പാർക്കാവൂ. അത് ഞങ്ങൾ ഇതുവരെയും അനുസരിച്ചു വരുന്നു. ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ മക്കൾ ഇങ്ങനെ അനുസരണമുള്ളവരാണോ? രക്ഷാകർതൃത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇതാണ്. ദൈവത്തിൽ നിന്ന് ദൈവത്തോടടുത്ത് ചെന്ന് ചോദിച്ച് ലഭിക്കുന്ന അരുളപ്പാടുകൾ തലമുറകൾക്ക് പകർന്നു കൊടുക്കുകയും ആ തലമുറകളിൽ ആ പകർന്നു കൊടുത്തതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, മാർഗനിർദ്ദേശങ്ങളിൽ നിൽക്കുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. യിരെമ്യാ പ്രവചനം 35-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന അനുസരണത്തിൻ്റെ അടയാളങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. രക്ഷാകർതൃത്വത്തിൻ്റെ ഒരു ഭാവം, ഒരു ഭാഗം അതാണെങ്കിൽ രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നോഹയിലാണ്. ഒരു പെട്ടകമുണ്ടാക്കുന്നു. ഒരു മഴയും ഇല്ലാതിരുന്ന കാലത്ത് ഒരു പെട്ടകം ഉണ്ടാക്കുന്ന പിതാവിനോട് അനുസരണത്തോടെ ചേർന്ന് നിൽക്കുന്ന ആൺമക്കളെ, പുത്രന്മാരെ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ആൺമക്കൾ നമ്മളോട് ചേർന്ന് നിൽക്കുമോ? നമ്മുടെ ആൺമക്കൾ നമ്മളോട് ചേർന്ന് നിൽക്കുമോ? ഒരു ശൂന്യമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് യഹോവയുടെ അരുളപ്പാട് ശ്രദ്ധിച്ച ഒരു മനുഷ്യനുണ്ടാക്കുന്ന ഈ ഭീമാകരമായ പെട്ടകത്തെക്കുറിച്ചുള്ള അരുളപ്പാടിൻ്റെ ഒരു കടന്നുവരവിൽ മക്കൾ പിതാവിനോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥ രക്ഷാകർതൃത്വത്തിൻ്റെ, അനുസരണത്തിൻ്റെ, കൂടിച്ചേരലിൻ്റെ, സഹകരണത്തിൻ്റെ വലിയൊരു മുഖം തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വീണ്ടും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അബ്രഹാമും ഇസ്ഹാക്കും ഇത്രമേൽ എങ്ങനെ അനുസരിക്കുവാൻ സാധിക്കുന്നു? ഇംഗ്ലീഷ് വെർഷൻ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എൻ്റെ അപ്പ, എൻ്റെ മകനെ എന്നൊരു വിളിയുണ്ട്. സത്യത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു വിളിയോടുകൂടിയാണ് അബ്രഹാം ഇസഹാക്കിനെയും ഇസഹാക്ക് അബ്രഹാമിനെയും വിളിക്കുന്നത്. ഈ ഒരു ഇൻറ്റിമസി നമ്മളും നമ്മുടെ മക്കളും തമ്മിലുണ്ടോ? മോറിയാമലയുടെ മുകളിലാണെങ്കിലും, ഭക്ഷണമേശയിലാണെങ്കിലും, ആരാധനാലയത്തിലേക്ക് വരുമ്പോഴാണെങ്കിലും, പ്രാർത്ഥനാ ഇടങ്ങളിലാണെങ്കിലും നമ്മളും നമ്മുടെ മക്കളും തമ്മിൽ ഇതുപോലെ ഒരു ബോണ്ടേജ് ഉണ്ടോ? പള്ളിയിൽ പോകുന്ന കാര്യം തന്നെ എടുക്കുക. എപ്പോഴാണ് ഒരു ഞായറാഴ്ച ഇന്നത്തെ തലമുറ എഴുന്നേൽക്കുന്നത്? എപ്പോഴാണ് അവർ പള്ളിയിലേക്ക് വരുന്നത്? എപ്പോഴാണ് അവർ പ്രാർത്ഥിക്കുന്നത്? എന്നാൽ ബ്യൂട്ടി പാർലറിൽ പോകാൻ അവർക്ക് സമയമുണ്ട്. ഒരു കല്യാണ ചടങ്ങിന് പോകണമെങ്കിൽ അവർ എന്തുമാത്രം സമയമാണ് ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നത്? ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ എത്രമേൽ സമയം അവർ കണ്ടെത്തുന്നുണ്ട്. അബ്രഹാമും ഇസ്ഹാക്കും തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പില്ലാത്ത ആ ഇൻറ്റിമസി ആൻഡ് ബോണ്ടേജ് നമ്മുടെ രക്ഷാകർതൃത്വത്തിലുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു.
ഇനി മറ്റൊന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, പുറപ്പാട് പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അമ്രാമും യോഖേബെദും മോശയുടെ മാതാപിതാക്കൾ, ഇത്രമാത്രം മോഡൽ പേരൻറ്റിങ് കൊടുത്ത മാതാപിതാക്കളെ നമുക്ക് കാണുവാൻ പ്രയാസമാണ്. അവരുടെ ജീവിത ദർശനം കൊണ്ട്, അവരുടെ വിശ്വാസം കൊണ്ട്, അവരുടെ മാതൃകകൾ കൊണ്ട്, അവരുടെ പരിശീലനം കൊണ്ട്, എത്ര വാക്കുകൾ ഉപയോഗിച്ചാലും പോരാ, അവരുടെ ദൈവഭക്തി കൊണ്ട്, അവരുടെ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട് അബ്രാമും യോഖേബെദും, ഒറ്റ പ്രാവശ്യമേ വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ പേരുള്ളൂ, മോശയുടെ അമ്മയുടെ പേരുള്ളൂ. പക്ഷെ ഇത്ര വലിയ ഒരു ചിത്രം നമുക്ക് തരുന്ന ഒരമ്മയില്ല യോഖേബെദിനെ പോലെ. അവരും എത്രമാത്രം മോഡൽ പേരൻറ്റിങ് നടത്തിയവർ ആയിരുന്നു. ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി ശ്രമിച്ച ഹന്ന, എൽക്കാനായുടെ ഭാര്യയായ ഹന്ന, ശമൂവേൽ ബാലനെ ദേവാലയത്തിലേക്ക് സമർപ്പിച്ച ഹന്ന, ഇവരും രക്ഷാകർതൃത്വത്തിന് നല്ല ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെയാണ് നാം എന്നും പഠിച്ചിട്ടുള്ള സക്രിയ പുരോഹിതനും എലിസബത്തും. ഇവരും ഉത്തമ രക്ഷാകർതൃത്വത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. ദൈവം നമുക്ക് തന്ന ജീവിത പങ്കാളിയുമായി നമ്മൾ ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾക്ക് ഏറ്റെടുത്തിരിക്കുന്ന രക്ഷാകർതൃത്വം എങ്ങനെയാണ് എന്നുള്ളതും, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ എപ്രകാരമാണ് നമ്മളുടെ ജീവിത പങ്കാളികളെ മാനിക്കുന്നത്, ബഹുമാനിക്കുന്നത് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളിലുള്ള കുറവുകൾ മനസ്സിലാക്കുന്നതിന് സാധിക്കും. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ബെന്യാമീനെ കൊടുത്തു വിടുന്നതിന് വേണ്ടി രൂബേനും യഹൂദയും വന്ന് യാക്കോബിനോട് യാചിക്കുന്നുണ്ട്. രൂബേൻ ബെന്യാമീനെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോൾ യാക്കോബ് കൂടെ വിടുന്നില്ല. എന്നാൽ യഹൂദയുടെ വർത്തമാനത്തിനകത്ത് ആര് സമ്മതിക്കുകയാണ്? യാക്കോബ് സമ്മതിക്കുകയാണ്. യാക്കോബിനോട് യഹൂദ പറയുകയാണ്, ബെന്യാമീനെ ഞാൻ കൊണ്ടുപോയിട്ട് തിരിച്ച് ഞാൻ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുവരാം, ഞാൻ അതിന് ഉത്തരവാദിയാകുന്നു. ദൈവവുമായിട്ട് ബന്ധിപ്പിച്ച് ഈ ലോകത്തിൽ നമ്മുടെ മക്കളെ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനകരമായിട്ട് വളർത്തുന്നതിന് നമ്മൾ ഓരോരുത്തരും ആരാണ്? ഉത്തരവാദികൾ ആകുന്നു. ഞാൻ ബെന്യാമീനെ നിന്റെ മുൻപിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ നിന്നോടെന്നും കുറ്റക്കാരനുമാകുന്നു. നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോയാൽ ഞാൻ ആരാകുന്നു? നിന്റെ മുൻപിൽ ഞാൻ കുറ്റക്കാരനും ആകുന്നു. ഈ 2 വാക്കുകളാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മെ ശക്തമായിട്ട് പഠിപ്പിക്കുന്നത്. നാം നമ്മുടെ മക്കളെ, ദാനമായി നൽകിയ മക്കളെ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനകരമായി വളർത്തുന്നതിൻ്റെ ഉത്തരവാദികളാകുന്നു. വി ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. ഇതാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബസ്ഥരുടെ വലിയ ചുമതല. 2, നമുക്കങ്ങനെ സാധിച്ചില്ല എങ്കിൽ നാം ദൈവത്തിൻ്റെ മുൻപിൽ കുറ്റക്കാരും ആകുന്നു. ഈ കുറ്റം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം, ചെറിയ പിഴവുകൾ നമുക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ കുറ്റം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം നമ്മൾ തയ്യാറാകുകയും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതിന് ക്രിസ്തീയ രക്ഷാകർതൃത്വത്തിന് 4 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. 1, മക്കളെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ജീവിത പങ്കാളിയെ സ്നേഹിക്കുക, മക്കളെ സ്നേഹിക്കുക, പിന്നെ സ്നേഹിക്കേണ്ടവരെയൊക്കെ സ്നേഹിക്കുക. അപ്പം മക്കളെ, രക്ഷാകർതൃത്വത്തിൻ്റെ 1ാമത്തെ ദൗത്യം എന്ന് പറയുന്നത് സ്നേഹിക്കുക. 2ാമത്തെ ദൗത്യം എന്ന് പറയുന്നത് ബി ഗുഡ് റോൾ മോഡൽസ്, മാതൃകയാകുക. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് കാഴ്ചയുടെ കാലമാണ്. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് മുന്നിൽ നിരത്തി വെച്ചിരിക്കുന്ന കാലമാണ്. TV, അതുപോലെ തന്നെ പലവിധമായ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളോട് അത് ചെയ്യരുത്, ഇത് ചെയ്യുക എന്ന ഉപദേശങ്ങളെക്കാൾ എന്താണ് വേണ്ടത്? അവർക്ക് കാണുവാൻ നമ്മൾ വാക്കിലും പ്രവൃത്തിയിലും സ്നേഹത്തിലും നടപ്പിലും വിശ്വാസത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും ഇടപെടലുകളിലും എല്ലാം മാതൃകകളായിരിക്കുക. 1, സ്നേഹിക്കുക. 2, മാതൃകകളാകുക. 3, അഭ്യസിപ്പിക്കുക. ടീച്ച് ദം, എഡ്യൂക്കേറ്റ് ദം. അത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. 4, ശിക്ഷണം നൽകുക. സദൃശ്യവാക്യത്തിൽ ഏതാണ്ട് 8 പ്രാവശ്യം വടിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് വടിയെടുത്ത് അടിക്കുന്നതിനെക്കുറിച്ചും അടിക്കരുതാത്തതിനെക്കുറിച്ചും ഒക്കെ ഒത്തിരി അഭിപ്രായ ഭിന്നതകളുള്ള കാലമാണ്. പക്ഷേ 2 വാക്കുകളുണ്ടല്ലോ, യെസ് ആൻഡ് നോ. ഇത് പാടില്ല, ഇത് ചെയ്യരുത് എന്ന് പറയുവാനുള്ളതായ ഒരു സാവകാശം.
ഞാൻ എപ്പോഴും ഓർക്കും, സമാജത്തിൻ്റെ ഓഫീസിൽ വരുന്ന ഒരു കൊച്ചു കുഞ്ഞ്, 1 വയസ്സും, ഏപ്രിലിൽ അവന് 1 വയസ്സായി. അപ്പോൾ ഇന്നിപ്പം 4 മാസം കൂടി ആയിട്ടുണ്ട്. അപ്പോൾ എപ്പം വന്നാലും എൻ്റെ കണ്ണാടിയിൽ തൊടും. കണ്ണാടി പോയാൽ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഞാൻ ആ കുട്ടിയോട് ഇച്ചിരി ദേഷ്യപ്പെട്ട്, നോ, കണ്ണാടി എടുക്കാൻ പാടില്ല. കഴിഞ്ഞ ദിവസം അവിടെ വന്നപ്പോഴും എപ്പം വന്നാലും ഞാനൊന്ന് എടുക്കണം, മടിയിൽ വെക്കണം. എൻ്റെ മുഖത്തോട്ട് വന്ന് ഏതാണ്ട് ഒരു അല്പം ദൂരത്ത് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കും. എന്നിട്ട് പറയും നോ. അതായത് കുട്ടിക്ക് മനസ്സിലായി അത് എടുക്കാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ഇൻസ്ട്രക്ഷൻ, ശിക്ഷണം, അത് വേണ്ട സമയത്ത് വേണ്ടതിൻ വിധം കൊടുക്കുവാൻ, വേണ്ട സമയത്ത് വേണ്ടതിൻ വിധം കൊടുക്കുവാൻ ദൈവത്തിൽ നിന്ന് തിരിച്ചറിവ് ലഭിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കുട്ടികളെ വിഷമിപ്പിക്കാതെ അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ നമ്മളത് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. രക്ഷാകർതൃത്വം ധന്യമായ ഉത്തരവാദിത്തമാണെങ്കിലും നമ്മൾ അതിൻ്റെ ആദ്യ പടിയായിട്ട് മനസ്സിലാക്കേണ്ടത് നെവർ കമ്പയർ വൺ ചൈൽഡ് വിത്ത് അനദർ ചൈൽഡ്. നമ്മുടെ ഒരു കുഞ്ഞിനെ മറ്റൊരു കുഞ്ഞുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യരുത്. നെവർ ബിലിറ്റിൽ അവർ ചിൽഡ്രൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ പുച്ഛിക്കരുത്. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് അവർ ചിൽഡ്രൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ തരം താഴ്ത്തി കാണിക്കരുത്. നെവർ ഡിസ്റെസ്പെക്റ്റ് അവർ ചിൽഡ്രൻ, അവർ നമ്മുടെ ജീനാണ്, നമ്മുടെ കുറവുകളും നമ്മുടെ നന്മകളും ഉള്ളവരാണ്, അവർ ദൈവത്തിൻ്റെ മഹത്തായ സൃഷ്ടിയാണ്, അവരെ ബഹുമാനിക്കാതിരിക്കരുത്. വീണ്ടും പറയുന്നു, അവരെ നെവർ ഫ്രൈറ്റൻ അവർ ചിൽഡ്രൻ, അവരെ ഭയപ്പെടുത്തരുത്. കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരികയാണ്. അവരെ താരതമ്യം ചെയ്യരുത്, അവരെ പുച്ഛിക്കരുത്, അവരെ കൊച്ചാക്കി കാണിക്കരുത്. അതുപോലെ തന്നെ അവർ നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവരെ മാനിക്കണം, അവരെ ഭയപ്പെടുത്തരുത്, അവരെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കണം. നമുക്കിതിൽ ഓരോ പടിയായിട്ട് നമുക്കൊന്ന് ദൈവനാമത്തിൽ ചിന്തിക്കാം. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ സ്നേഹിക്കേണ്ടത്? എന്താണ് സ്നേഹം? ക്രിസ്തു സ്നേഹിച്ച് നമ്മളെ പഠിപ്പിച്ചത് മുഴുവൻ ത്യാഗത്തിൻ്റെ സ്നേഹമാണ്, സാക്രിഫിഷ്യൽ ലവ്. ആ സ്നേഹം കൊടുക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ശ്രമിക്കുക. കുഞ്ഞുങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കുവാനല്ല, ആ ആശ്വാസവും സാന്ത്വനവും കൊടുക്കുന്ന ഒരിടമായി മാതാവും പിതാവും പരിണമിക്കണം. നമുക്കത് ലഭിച്ചിട്ടില്ല എങ്കിൽ വരുന്ന തലമുറയ്ക്കെങ്കിലും കൊടുക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അവരെ ആശ്വസിപ്പിക്കുന്നവരാകണം. ദൈവമുണ്ട് കൂടെ, ഞങ്ങളുണ്ട് കൂടെ എന്ന ഒരു അഷ്വറൻസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. കാരണം പലവിധ പ്രലോഭനങ്ങൾക്കുള്ളിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. തെറ്റുകൾ പ്രഹേളിക പോലെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ അവർ മറ്റ് സ്നേഹത്തിൻ്റെ പിന്നാലെ പോകാതിരിക്കുന്നതിന് അവർക്ക് ധാരാളം സ്നേഹം കൊടുക്കുന്നവരായി തീരണം മാതാപിതാക്കൾ. എങ്ങനെ സ്നേഹിക്കണമെന്ന് എഫെസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ പറയുന്നു, കോപിക്കാതെ ബാലശിക്ഷയിലും പഥ്യ ഉപദേശത്തിലും പോറ്റി വളർത്തുക. പോറ്റി വളർത്തുക, അവരെ വിത്ത് അഫെക്ഷൻ, വാത്സല്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി സഹയാത്രികരായി അവരോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നല്ല ഉപദേശങ്ങൾ കൊടുത്ത് അവരെ പോറ്റി വളർത്തുവാനായിട്ട് ശ്രദ്ധിക്കുക, ശ്രമിക്കുക. ഇതൊരു വലിയ ദൗത്യമാണ് ഈ പോറ്റി വളർത്തൽ എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ പറയുന്നു, അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് കോപിക്കരുത്. അവർക്കുള്ള ധൈര്യം, കറേജ് ചോർന്നു പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് വല്ലാതെ കുഞ്ഞുങ്ങളോട് കോപിക്കരുത് എന്നും പറയുന്നു. കൊടുക്കുന്ന സ്നേഹം ലളിതവും നിർമ്മലവുമായിരിക്കണം. നാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സ്നേഹം ലളിതവും നിർമ്മലവുമായിരിക്കണം. ഇന്ന് പല മാതാപിതാക്കൾക്കും സമയമില്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. പരമാവധി സമയം കുട്ടികൾക്ക് കൊടുക്കുക. ഇവിടെ ഇരിക്കുന്നവരിൽ കൂടുതൽ ഗ്രാൻഡ് പേരൻസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ട്, വീഡിയോ കോൾ വിളിച്ചെങ്കിലും കുഞ്ഞുങ്ങളുമായിട്ട് കുറേ അധികം സമയം സംസാരിക്കുവാനായിട്ട് സന്ദർഭം കണ്ടെത്തുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതുപോലെ തന്നെ സ്നേഹത്തിൽ എല്ലാം ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ പരസ്പരം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എന്നത് ആവശ്യമാണ്. സ്നേഹം നൽകിയ മാതാപിതാക്കൾക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് അബ്രഹാം. ഇസഹാക്കിനോടുള്ള ആ സ്നേഹം എത്രമേൽ ധന്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നു. അപ്പോൾ 1, ലളിതവും നിർമ്മലവുമായി കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക. 2, സ്നേഹം പ്രകടിപ്പിക്കണം. മലയാളിയുടെ ഏറ്റവും വലിയ ദോഷം എന്താണ്? സ്നേഹം പൂട്ടിവെച്ചിരിക്കുകയാണ്. ഭാര്യയോട് സ്നേഹം പ്രകടിപ്പിക്കുകയില്ല, ഭർത്താവിനോട് സ്നേഹം പ്രകടിപ്പിക്കുകയില്ല. നമുക്കൊരു പൊതുയോഗത്തിൽ വന്നാൽ ഒച്ച വെക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഒരാൾ നല്ലത് ചെയ്താൽ വെൽ ഡൺ എന്ന് പറയാനായിട്ട് നമ്മുടെ മനസ്സ് വളർന്നിട്ടില്ല.
എവിടെ ചെന്നാലും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പ്രവണത വല്ലാതെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് കൗമാരഘട്ടത്തിൽ അഡോളസെൻസിൽ കുഞ്ഞുങ്ങളൊന്ന് കെട്ടിപ്പിടിക്കണം, അവരെ ഒന്ന് തലോടണം എന്നവരാഗ്രഹിക്കുമ്പോൾ അത് നമ്മൾ കൊടുത്തില്ല എങ്കിൽ മറ്റുള്ളവർ അവരെ ചൂഷണം ചെയ്യുവാനായിട്ട് ഇടയുണ്ട്. അതുപോലെ പ്രവൃത്തി പങ്കാളിത്തം. ഇന്ന് 2 വാക്കുകളാണ് അമ്മമാർ കൂടുതൽ പറയുന്നത്: പഠിക്ക്, കഴിക്ക്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അവരെ കൂടെ പങ്കു ചേർത്ത് മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് കുറേ കൂടെ ഉത്തരവാദിത്വ ബോധം ഉണ്ടാവുകയും നമ്മൾ നല്ല രക്ഷാകർതൃത്വം ഏറ്റെടുക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ബാറ്റൺ കൈമാറാനുള്ളവരാണ് നമ്മുടെ മക്കൾ എന്ന് മനസ്സിലാക്കി നാം ചെയ്യുന്ന വേലകളിലും ഉത്തരവാദിത്തങ്ങളിലും അവർക്ക് കൂടെ റോൾ കൊടുക്കുക എന്നത് ആവശ്യമാണ്. നമ്മൾ ഓരോ ഭവനത്തിൽ ചെല്ലുമ്പോഴറിയാം, വലിയ വലിയ വീടുകൾ, അതിൻ്റെ ഓരോ മുറികൾക്കകത്ത് ചിലപ്പം മേളത്തെ നിലയിലായിരിക്കും. മകൻ ആ മുറിയിൽ, മകൾ ഈ മുറിയിൽ അടച്ചിരിക്കുകയാണ്. ഒരു വിസിറ്റർ വീട്ടിൽ വന്നാൽ ഇറങ്ങി വരില്ല, സംസാരിക്കില്ല. പ്രിയപ്പെട്ടവരെ, പ്രവൃത്തി പങ്കാളിത്തം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കുറെ കൂടി ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവുകയും മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നതിന് സാധിക്കും. കർത്താവിൻ്റെ അമ്മയുടെ ഇടപെടലാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ മുമ്പേ പ്രാർത്ഥിച്ചുവല്ലോ, കൊത്തനെ പട്ടണത്തിൽ അല്ലേ, ആ വിവാഹ വിരുന്നിൽ ആ അമ്മയുടെ ഇടപെടലാണ് അവിടുത്തെ ഇല്ലായ്മയെ, കുറവിനെ പരിഹരിച്ചത്. നമ്മുടെ മക്കൾ മറ്റുള്ളവരുടെ കുറവുകൾ പരിഹരിക്കുവാൻ തക്കവണ്ണം മാതാപിതാക്കളുടെ ഇടപെടൽ, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് അവർക്ക് എത്രമാത്രം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. മറ്റൊന്ന്, അവരെ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ റെക്കഗ്നൈസ് ദം, റെസ്പെക്റ്റ് ദം, എൻകറേജ് ദം, അപ്രീഷിയേറ്റ് ദം. അങ്ങനെ വരുമ്പോൾ രക്ഷാകർതൃത്വത്തിൻ്റെ മറ്റൊരു പടി വളരുകയാണ്. അവിടെ നമ്മൾ എത്രത്തോളം അവരെ അംഗീകരിക്കുവാനായിട്ട് സാധിക്കുന്നുവോ അത്രയും നല്ലതാണ്. നമുക്കെപ്പോഴും വരുന്ന കുറ്റം, പ്രത്യേകിച്ചും ഇവിടെ ഇരിക്കുന്ന അമ്മമാർ, നിങ്ങളുടെ ആൺമക്കൾ വിവാഹം കഴിഞ്ഞ് വരുന്നതായ സമയത്ത് മരുമക്കൾ ഏത് നല്ല വസ്ത്രം ഇടുമ്പോഴും നന്നായിരിക്കുന്നു മോളെ എന്നൊരു വാക്ക് പറയുക. അവർ ഒരു ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അത് രുചികരമായിരിക്കുന്നു എന്ന് പറയുക. നല്ല വാക്കുകൾ എത്രമേൽ ഉപ്പിനാൽ രുചികരമായ വാക്കുകൾ പറയുവാൻ തമ്പുരാനെ ഞങ്ങളെ അനുവദിക്കണമേ, പരിശുദ്ധാത്മ കൃപ നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. അംഗീകരിക്കുവാൻ, പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ അപകർഷതാബോധം കുറയും. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകുന്നത് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നത് കൊണ്ടാണ്. പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അവരോടൊന്ന് സംസാരിച്ചാൽ മതി, അവർ സ്നേഹം കൊണ്ട് പൊതിഞ്ഞാൽ മതി, കുട്ടികൾ വളരെ മുൻപോട്ട് വരും. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ബെസേലിയസ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലയളവിൽ ഒരു കുട്ടി ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്, വാടിയ മുഖത്തോടു കൂടി ഇരിക്കുന്ന ഒരു പെൺകുട്ടി. അപ്പം ഞാൻ അടുത്ത് എന്നൊന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, വലത് കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അപ്പം കൈ ഒടിഞ്ഞ് കോളേജിൽ വരുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് ആ കുട്ടിയുടെ മുഖത്ത് കണ്ടത്. അപ്പം ഞാൻ അടുത്ത് എന്നേച്ച് പറഞ്ഞു, കൈ എന്നാ പറ്റി? അത് 2 ചെറിയ ഒടിവുണ്ട്, 6 ആഴ്ച പ്ലാസ്റ്ററിലിടാൻ പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാനിങ്ങനെ കൈ ആട്ടി വിളിച്ചിട്ട് വരാന്തയിൽ പറഞ്ഞു, ഈ കൈ കണ്ടോ, 13 കഷ്ണമായിട്ട് ഒടിഞ്ഞതാണ്, പക്ഷെ അത് വെച്ച് പരീക്ഷയൊക്കെ എഴുതി നല്ല നല്ല വിജയങ്ങളൊക്കെ കരസ്ഥമാക്കി. ഇത് സാരമില്ല, ഇത് 6 ആഴ്ച കൊണ്ട് അങ്ങ് ശരിയായിക്കോളും. പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ മുഖം അങ്ങ് മാറുകയാണ്, പെട്ടെന്ന് ആ മുഖം അങ്ങ് വികസിക്കുകയാണ്. ഒരു മാറ്റം ആ മുഖത്ത് കാണുകയും ആ കുട്ടി ഇന്നൊരു കോളേജ് അധ്യാപികയാണ്. അപ്പം ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, ഒരു വേർഡ് ഓഫ് അപ്രീസിയേഷൻ, ഒരു ഉന്തൽ അങ്ങോട്ട് കൊടുക്കുമ്പോൾ, വെൻ വി ബിക്കം എംപത്തറ്റിക്, പെട്ടെന്നൊരു മാറ്റം ഓരോ മുഖത്തും ഓരോ മനസ്സിലും ഉണ്ടാകുന്നു. രക്ഷാകർതൃത്വത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അംഗീകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമ്മുടെ അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കുറയുകയും സെൽഫ് ആക്സെപ്റ്റൻസ്, സ്വയം അഭിമാനത്തോടുകൂടി വ്യക്തിഗതമായി അവരവരെ സ്വീകരിച്ചുകൊണ്ട് അവരവരുടെ ദൗത്യ നിർവഹണം നടത്തുവാനും സാധിക്കുമെന്നത് നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കും. അങ്ങനെ കുഞ്ഞുങ്ങളുടെ നല്ല ഡിസൈനേഴ്സായിട്ട് മാറുക. രക്ഷാകർതൃത്വത്തിൽ 4 വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചു. 1, നമ്മൾ അവരുടെ ഉത്തരവാദികളാണ്. 2, നമ്മൾ അവരുടെ കാവൽക്കാരാണ്. 3, ഇപ്പോൾ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ വാക്ക്, നമ്മൾ അവരുടെ നല്ല ഡിസൈനേഴ്സാണ്. 4, ദൈവത്തോട് നമുക്ക് കടപ്പാടുണ്ട്, കടമുള്ളത് കൊണ്ട് നാം ദൈവസന്നിധിയിൽ കുറ്റക്കാരാകാതിരിക്കുന്നതിന് നമ്മുടെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുകയും എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളെ നന്നായി സ്നേഹിക്കുകയും ചെയ്യുക. എന്താണ് സ്നേഹം?
ഞാൻ ഒരിക്കലും ഒരു ക്ലാസ് എടുത്തപ്പോൾ അന്ന് MBA എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായ കുട്ടികളായിരുന്നു. അവരോട് ഞാൻ ചോദിച്ചു, എന്താണ് സ്നേഹം? സാധാരണ മലയാളത്തിൽ ഒരു ചോദ്യം ചോദിച്ചാൽ ഇംഗ്ലീഷിൽ തിരിച്ചു പറയുക അതൊരു നാട്ടുനടപ്പാണ് ഇപ്പോൾ. അപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു ലവ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ദെൻ വാട്ട് ഇസ് ലവ്? എന്താണ് സ്നേഹം? മലയാളത്തിൽ പറഞ്ഞപ്പോൾ ഇംഗ്ലീഷിൽ ദെൻ വാട്ട് ഇസ് ലവ്? ലവ് ലൈസ് ഇൻ ലവ്. LOVE. L ഈസ് ലിസണിങ്. പിതാവാം ദൈവം നമ്മെ ശ്രദ്ധിച്ചപ്പോൾ പുത്രനെ ത്യാഗമായി ലോകത്തിലേക്ക് അയച്ചു. നാം നമ്മുടെ കുഞ്ഞുങ്ങളെ അതുപോലെ ശ്രദ്ധിക്കുമ്പോഴാണ് അവരുടെ ഇല്ലായ്മകളും നന്മകളും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നാമും നമ്മുടെ മക്കളും ദൈവവും തമ്മിൽ എന്താണ് വേണ്ടത്? വൺനെസ്. ആ വൺനെസ് ഉണ്ടെങ്കിലേ ഓൺവേർഡ് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഒന്നാണെന്നുള്ള ഒരു ഫീല്, ടുഗദർനെസ്, ഒരു ടീം സ്പിരിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷാകർതൃത്വത്തിൻ്റെ ഒരു മഹനീയത അതാണ്. നമ്മൾ ഒന്നാണെന്നുള്ള ഒരു ടീം ഇഫക്റ്റ് ഒരു കുടുംബത്തിൽ ഉണ്ടായി കഴിയുമ്പോഴാണ് രക്ഷാകർതൃത്വം അതിൻ്റെ ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നത്. ദെൻ തേർഡ് ലെറ്റർ ഈസ് V, വാല്യൂസ്. പേരൻസ് ആണ് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് എന്ത് കൊടുക്കേണ്ടത്? മൂല്യങ്ങൾ ഇൻകൾക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. മൂല്യം ഉള്ളവർക്കല്ലേ മൂല്യം കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളോട് ചോദിച്ചാൽ, ഈ കോട്ടയം പ്രദേശത്തെങ്ങും വെള്ളമില്ലെങ്കിൽ എത്ര ആഗ്രഹമുണ്ടെങ്കിലും കൊടുക്കാൻ പറ്റുകയില്ല. അതിനകത്ത് നമുക്കൊരാശയം പിടികിട്ടുകയാണ്, ഉള്ള പാത്രത്തിൽ നിന്നേ പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുള്ളൂ. When we have no values, and when we do not maintain values, how can we inculcate values into the next generation? നമ്മുടെ അടുത്ത തലമുറയ്ക്ക് മൂല്യങ്ങൾ കൊടുക്കണമെങ്കിൽ, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പ്രാർത്ഥനാ ജീവിതം കൊടുക്കണമെങ്കിൽ, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ദീനദയാലിത്വമുള്ള സ്വഭാവം കൊടുക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഉണ്മയുള്ളവരും ആയിരിക്കണം. നമ്മൾ ഇന്നത്തെ പത്രത്തിൽ വായിക്കുമ്പോഴും കാണാം, കാന്ത വിട്ടെറിഞ്ഞ് നോട്ട് പിടിപ്പിക്കുന്ന ആ രീതിയിലുള്ളതായ ഉദ്യോഗസ്ഥരുടെ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തെല്ലാം വാല്യൂസ് ഇല്ലാത്ത കാര്യങ്ങൾ സമൂഹത്തിൽ നടമാടുമ്പോൾ പ്രിയപ്പെട്ടവരെ, മൂല്യബോധമാണ് സ്നേഹത്തിൻ്റെ. സ്നേഹമുള്ള മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്പത്താണ് മൂല്യം എന്ന് പറയുന്നത്. കാരണം മൂല്യമുള്ള ഒരു വ്യക്തിക്ക് ധൈര്യമുണ്ട്, മൂല്യമുള്ള ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസമുണ്ട്, മൂല്യമുള്ള ഒരു വ്യക്തിക്ക് സ്വയമായ ആത്മാഭിമാനവും ഉണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നാലാമത്തെ അക്ഷരം E, that is encouragement. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്തിനാണ്? ഈ ലോകത്തിൽ ജീവിക്കുവാൻ മാത്രമല്ല, നിത്യത, എറ്റർണിറ്റി. ഈ ലോകം ക്ഷണികമാണെന്നും ഇവിടെ നിന്ന് അല്പകാലം കഴിയുമ്പോൾ സമയമാകുമ്പോൾ നാം പോകേണ്ടവരാണെന്നും പോകേണ്ട സമയത്ത് തമ്പുരാന്റെ സമീപത്ത് ചെല്ലുവാൻ തക്കവണ്ണം നിന്റെ ജീവിതം ശോഭിക്കുന്നതായി തീരണമെന്നുമുള്ള ഒരു തിരിച്ചറിവ് കൊടുക്കുക എന്നുള്ളതാണ് രക്ഷാകർതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ ചുമതല. ലോകത്തിലായിരിക്കുന്ന സമയം അല്പകാലം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ദീർഘമായ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ഈ ദീർഘമായ യാത്രയ്ക്ക് മരണത്തെക്കുറിച്ചുള്ള ഒരു ദർശനം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ, എറ്റേണിറ്റിയെക്കുറിച്ചുള്ള ഒരു ദർശനം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ വലിയ മാറ്റമുണ്ടാകും. എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ലഹരി മരുന്നിലേക്ക് പോകുന്നു? എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ മദ്യപാനത്തിലേക്ക് പോകുന്നു? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചേർന്ന് നിൽക്കുന്ന ഒരമ്മ, ചേർന്ന് നിൽക്കുന്ന ഒരു ഭവനം അവരോട് കൂടെയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കും. ഒരു 90% കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ അവരുടെ ആവലാതികൾ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരുന്നു. കുട്ടികൾക്ക് വേണ്ടത് കെട്ടിടമല്ല, കുട്ടികൾക്ക് വേണ്ടത് സ്നേഹമുള്ള ഭവനമാണ്. കുട്ടികൾക്ക് വേണ്ടത് വലിയ കൊട്ടാരങ്ങളല്ല, കുട്ടികൾക്ക് വേണ്ടത് അവരുടെ സങ്കടങ്ങളിൽ ചേർത്ത് നിർത്തുന്ന മാതാപിതാക്കളെയാണ്. കുട്ടികൾക്ക് വേണ്ടത് ഈ സ്നേഹസൗധങ്ങളിൽ ജീവിക്കുന്നതിനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വന്നുപോയ പിഴവുകൾ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നമ്മുടെ അടുത്ത തലമുറ അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ജാഗ്രതയോടെ ഈ ദുഷ്കാലത്തിൽ സൂക്ഷ്മതയോടെ വളർത്തുന്നതിന് തമ്പുരാനെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ ഈ ഗ്രാൻഡ് പേരൻസായ നമുക്ക് ഓരോരുത്തർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ 60 വയസ്സ് കഴിഞ്ഞ ധാരാളം പേര് ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ ഉൾപ്പെടെ.
നമുക്ക് ദൈവം എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരിക്കുന്നത് ലോകമെങ്ങുമുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുക എന്ന വലിയ രക്ഷാകർതൃത്വ പദവി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ആണ്. അപ്പോൾ 1 സ്നേഹിക്കുക, 2 മാതൃക കാട്ടുക. രണ്ടാമത്തെ പോയിന്റ്, രക്ഷാകർതൃത്വത്തിൻ്റെ രണ്ടാമത്തെ പോയിന്റ്, ജീവിതത്തിൽ എല്ലായിടത്തും എല്ലാ സ്ഥാനത്തും എപ്പോഴും എന്തായിരിക്കണം? നല്ല മാതൃക കാട്ടുക. ഞാനൊരു കഥ പറഞ്ഞ്, സംഭവ കഥ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ആ കഥയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഹി ഈസ് ഹെൽപ്പിംഗ് സംവെയർ. അതിമനോഹരമായ ഒരു സംഭവ കഥയാണ്. ആൽഫ്രഡ് ഹണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയതാണ് ആ കഥ. കഥ ഇത്രയുമേ ഉള്ളൂ. ഒരു ഡോക്ടറാണ് അതിലെ പ്രധാന കഥാനായകൻ. ആ ഡോക്ടർ നല്ല സേവനം ചെയ്യുന്ന, നന്നായിട്ട് രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയാണ്. യുവാവാണ്. അദ്ദേഹം വിവാഹം കഴിച്ചു. കുറച്ച് വർഷങ്ങൾ അവർക്ക് മക്കളില്ലായിരുന്നു. പിന്നീട് ഭാര്യ പ്രഗ്നൻ്റായി, ഒരു കുഞ്ഞുണ്ടാകുന്നു. ആ കുഞ്ഞിന് ജന്മം കൊടുത്ത ആ സമയത്ത് തന്നെ ഭാര്യ മരിച്ചു പോകുന്നു. അനേകം പേർ ഈ യുവ ഡോക്ടറോട് പുനർവിവാഹം ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അദ്ദേഹം പുനർവിവാഹം ചെയ്തില്ല. നല്ല സഹായികളെയൊക്കെ വെച്ച് ഈ കുഞ്ഞിനെ കഴിയുന്നിടത്തോളം തന്നാലാവും വിധം വളർത്തി. അവൻ ഏതാണ്ട് 12 വയസ്സായ ഒരു സന്ദർഭം. ഒരു അവധി ദിവസമാണ്. ഈ ഡോക്ടർ ജോലിക്ക് പോകുന്ന സമയത്ത് കുട്ടിക്ക് ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് പോകും. ഒരു ജനലുണ്ട്, അവിടെ ഒരു ബുക്ക് ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും വരികയാണെങ്കിൽ, വിസിറ്റേഴ്സ് വരികയാണെങ്കിൽ ആ ബുക്കിൽ എഴുതാനായിട്ട് പറയണം. വീട്ടിൽ സഹായിക്കാൻ നിൽക്കുന്ന ആളുമുണ്ട്. അങ്ങനെ ഈ ഡോക്ടർ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ബെല്ലടിച്ചു. ബെല്ലടിച്ചപ്പോൾ ഈ സഹായി വന്ന് കതക് തുറന്നു. ഈ മകനും കൂടെയുണ്ട്. വന്നത് ആ നാട്ടിലെ ബിഷപ്പായിരുന്നു. ബിഷപ്പിന് ഈ ഡോക്ടറെ അത്യാവശ്യമായിട്ട് കാണേണ്ടിയിരുന്നു. ബിഷപ്പ് ചോദിച്ചു, എവിടെയാണ് ഡോക്ടർ പോയിരിക്കുന്നത്? ഹോസ്പിറ്റലിലാണോ? അപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്കറിയില്ല എവിടെയാണ് പോയിരിക്കുന്നതെന്ന്. എപ്പോഴാണ് പോയത്? സമയമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം പിരിഞ്ഞുപോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇവർ കതകടച്ചകത്ത് എന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും ബെല്ലടിച്ചു. വീണ്ടും പോയി കതക് തുറന്നപ്പോൾ വീണ്ടും ഈ ബിഷപ്പാണ്. ഈ ബിഷപ്പ് ഈ ക്വിസ് കോമ്പറ്റീഷന് നമ്മൾ ക്ലൂ ഒക്കെ കൊടുക്കുന്നത് പോലെ ഈ ബിഷപ്പ് ചോദിക്കുകയാണ്, മോനെ എന്തെങ്കിലും ഒരു ക്ലൂ തരാമോ? എവിടെയാണ് നിൻ്റെ ഡാഡി പോയിരിക്കുന്നത്? എനിക്ക് അത്യാവശ്യമായിട്ടും ഡോക്ടറെ ഒന്ന് കണ്ടേ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ കുട്ടി മറുപടി പറയുകയാണ്, ഐ ഡോണ്ട് നോ വെയർ മൈ ഡാഡ് ഈസ് ഗോൺ, ബട്ട് ഹി ഈസ് ഹെൽപ്പിംഗ് സംവെയർ. കിട്ടിയോ? എനിക്കറിയില്ല എൻ്റെ പിതാവ് എവിടെ പോയിരിക്കുകയാണെന്ന്, പക്ഷെ അദ്ദേഹം ആരെയോ എവിടെയോ സഹായിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെക്കുറിച്ച് ഇത് പറയുമോ? ആർ വി റോൾ മോഡൽസ് ഫോർ അവർ ചിൽഡ്രൻ? മൊറാലിറ്റിയിൽ, ജീവിത ദർശനത്തിൽ, പണത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ, സമയത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ, ബന്ധങ്ങളിൽ ഒക്കെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ റോൾ മോഡൽസ് ആണോ? നല്ല റോൾ മോഡലായിരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്കെല്ലാവർക്കും അറിയാം, നോബഡി ഈസ് പെർഫെക്റ്റ്. ആരും പൂർണ്ണരല്ല. പക്ഷേ നമുക്ക് പൂർണ്ണതയിൽ എത്തുക അത്ര എളുപ്പമല്ല. എന്നിരിക്കൽ പോലും കുഞ്ഞുങ്ങളെ ഓർത്ത് കഴിയുന്നിടത്തോളം മോഡലായിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളെ ഓർത്ത് റോൾ മോഡലാകുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുറവുകളുള്ള നമ്മുടെ ജീവിത പങ്കാളികളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ വീട്ടിലൊരു ഐക്യത്തിൻ്റെ ശബ്ദമുണ്ടാകും. ആ ഐക്യം, സന്തോഷം, സ്നേഹം, ഇത് കണ്ട് കുട്ടികൾ വളരുമ്പോൾ തന്നെ കുട്ടികളിൽ ഒരു നല്ല പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും. ഭാര്യയും ഭർത്താവും മത്സരിക്കുന്ന കുടുംബത്തിൽ ക്രിസ്തീയ രക്ഷാകർതൃത്വം എങ്ങനെയാണ് നടമാടുന്നത്? പരസ്പരം പഴിചാരുന്ന കുടുംബം അല്ലാതാക്കുന്നതിന് ശ്രമിക്കുക. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ക്രിസ്തുഭാവം, സാക്രിഫിഷ്യൽ ലവ്. അത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കേരളം പോലെ ഒരു സമൂഹം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെയിൽ ഷോവനിസ്റ്റിക് സൊസൈറ്റി. ഇന്നും പുരുഷാധിപത്യത്തിൻ്റെ സ്വഭാവമൊന്നും അധികം മാറിയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് നമ്മൾ ഈക്വൽസ് ആണെന്നും പറഞ്ഞ് ബഹളം കൂട്ടാതെ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്തില്ലെങ്കിൽ അവിടെ ചിതറിപ്പോകുന്നത്, പതറുക എന്ന വാക്കല്ല, ചിതറിപ്പോകുന്നത് നമ്മുടെ മക്കളാണെന്നുള്ള സങ്കടം നമ്മൾ ഒരിക്കലും വിസ്മരിക്കുവാൻ പാടില്ല. അതുകൊണ്ട് ചില വിട്ടുവീഴ്ചകൾ കുഞ്ഞുങ്ങളെ ഓർത്ത് ചെയ്ത്, ഭർത്താവിനെ ഉൾക്കൊണ്ട്, ഭാര്യയെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നതിന് ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യേണ്ടതും കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ്. കാരണം പുറത്ത് മുഴുവൻ ഈ കുഞ്ഞുങ്ങളെ ബലമായി ആകർഷിച്ചു കൊണ്ടുപോകുന്ന പല അടവുകൾ ഈ പാമ്പിൻ്റെ പൊത്തുപോലെ ഇരിക്കുകയാണ്, കുഴികൾ ആണ്. അവിടേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ആകർഷിക്കപ്പെടാതിരിക്കുന്നതിന് ഭവനത്തിലേക്ക് തിരിച്ചു വരുവാൻ തക്കവണ്ണം ജീവിത പങ്കാളികളെയും കുഞ്ഞുങ്ങളെയും ഭവനം ആകർഷിക്കത്തക്കവണ്ണം ആക്കി തീർക്കേണ്ടത് ഇന്ന് ഓരോ ഭാര്യയുടെയും
ഉത്തരവാദിത്തമാണ്, അതും രക്ഷാകർതൃത്വത്തിൻ്റെ വലിയൊരു ചുമതലയാണ്. അപ്പോൾ അവിടെ പ്രാർത്ഥനയും ത്യാഗവും, എങ്ങനെ നമുക്ക് മോഡൽ പേരൻസ് ആകാം എന്നുള്ളതിന് പ്രാർത്ഥനയും ത്യാഗവും. ആർക്കും ത്യാഗം ചെയ്യുവാൻ ഇഷ്ടമില്ലാത്ത ഒരു കാലഘട്ടമായതുകൊണ്ടാണല്ലോ നമ്മുടെ മാതാപിതാക്കൾ ഇത്രയധികം ഓൾഡ് ഏജ് ഹോമിൽ ജീവിക്കുന്നത്. പ്രിയപ്പെട്ട ഇവിടെ പ്രായം കുറഞ്ഞവരോട് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ്, എൻ്റെ ജീവിതം ഞാൻ പങ്കുവെക്കുകയാണ്. നമ്മളെല്ലാം അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും നമ്മുടെ അടുത്ത തലമുറയ്ക്കും വേണ്ടിയാണ്. മക്കൾക്ക് നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചു വെച്ചാലും മാതാപിതാക്കളുടെ അനുഗ്രഹം പോലെ ഒരു വലിയ സ്ഥിര നിക്ഷേപം അടുത്ത തലമുറയ്ക്ക് മറ്റൊന്നും കിട്ടാനില്ല. ഇതിനെക്കുറിച്ചൊരു അവെയർനെസ് നമ്മുടെ പെൺമക്കൾക്കും കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇതുപോലെ മുതിർന്ന എന്നെ പോലെയുള്ള പ്രായമുള്ള മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിൻ്റെ അമ്മ ശൂനോയോ പെരുന്നാളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മകൻ്റെ തിരക്ക് കണ്ട് മാറി നിന്നവളാണ്. മക്കളുടെ തിരക്ക് കണ്ട് മാറി നിൽക്കുവാനുള്ള സൗമനസ്യം തമ്പുരാനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. ഇതും ഒരു വലിയ ഭാവമാണ്. അല്ലാതെ മക്കളെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടല്ല ഇരിക്കേണ്ടത്. മാറി നിൽക്കേണ്ടപ്പോൾ മാറി നിൽക്കുവാനും മിണ്ടാതിരിക്കേണ്ടപ്പോൾ മിണ്ടാതിരിക്കുവാനും അവർക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യമായത് ചെയ്തു കൊടുക്കുവാനും, എന്നാൽ അവരെ ഓർത്ത് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ദൈവം തന്നിരിക്കുന്ന വാർദ്ധക്യത്തിൻ്റെ ഈ വലിയ കാലഘട്ടത്തെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾക്ക് രക്ഷാകർതൃത്വത്തിൻ്റെ എളിമ, താഴ്മ, വിനയം, ത്യാഗമനസ്സ് തരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ഒരു 2 തലമുറയ്ക്ക് മുമ്പുള്ള അമ്മച്ചിമാർ കടന്നു പോകുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അവരുടെ അന്ത്യയാത്രയിൽ പള്ളിയിലോട്ട് കൊണ്ട് കിടത്തുമ്പോൾ അവരുടെ മുഖത്തെ ശോഭ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് ആ ശോഭ ഉണ്ടായിരുന്നത്? അവർ ഈ പുരികം പറിച്ചു കളഞ്ഞിട്ടോ അവർ ബ്യൂട്ടി പാർലറിൽ പോയി തേച്ചിട്ടോ ഒന്നുമല്ല, മറിച്ച് അവർ ദൈവസന്നിധിയിൽ മുറുകെ നിന്നതുകൊണ്ടാണ് അവർക്ക് എന്തുണ്ടായിരുന്നത്? കയ്യിലുണ്ടായിരുന്നത് മറ്റുള്ളവരുമായി പങ്കുവച്ചു. ധാരാളം ത്യാഗം കുടുംബത്തിന് വേണ്ടി ചെയ്തു. ദൈവസന്നിധിയിൽ ധാരാളമായി കണ്ണുനീരൊഴുക്കി. അവരുടെ നിറം കറുപ്പോ വെളുപ്പോ എന്നുള്ളതല്ല, അവരുടെ മുഖത്ത് ദൈവീകമായ ശോഭയുണ്ടായിരുന്നു. ആ ശോഭയോടെ വീടതിൽ ഇടമില്ലാതെ ഓടി നടന്നവൾ ദൈവസന്നിധിയിലേക്ക് സമാധാനത്തോടെ പ്രകാശത്തോടെ കടന്നു പോകുന്നതാണ് രക്ഷാകർതൃത്വത്തിൻ്റെ റോൾ മോഡലിംഗ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ. അത് കോപ്പി ചെയ്യുവാൻ, ഇമിറ്റേറ്റ് ചെയ്യുവാൻ, അനുകരിക്കുവാൻ ദൈവമേ ഞങ്ങൾക്കും കൃപ, ഗ്രേസ് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പാടിയ പാട്ടും അതാണല്ലോ, ഉണർവിൻ വരം ലഭിക്കുക. മൂന്നാമത്തെ കാര്യം അഭ്യസിപ്പിക്കുക. അഭ്യസിപ്പിക്കുക, എഡ്യൂക്കേറ്റ് ആൻഡ് എക്വിപ്പ് അവർ ചിൽഡ്രൻ ഫോർ എറ്റേണിറ്റി. എഡ്യൂക്കേറ്റ് ആൻഡ് എക്വിപ്പ് അവർ ചിൽഡ്രൻ ഫോർ എറ്റേണിറ്റി. അവർ ഉന്നത പദവിയിൽ എത്തരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ലോകപ്രകാരം പഠിക്കരുതെന്നോ ജോലി നേടരുതെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ അവരെത്തേണ്ട സ്ഥാനത്ത്, യഥാർത്ഥത്തിൽ എത്തേണ്ട സ്ഥാനത്ത് എത്തുവാൻ തക്കവണ്ണം അവരെ യോഗ്യരാക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് അറിവില്ല, ഞങ്ങൾക്ക് തിരിച്ചറിവ് തരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വ്യത്യസ്തരാണ്. ആ കുഞ്ഞുങ്ങളെ തിരിച്ചറിവോടുകൂടെ വളർത്തുവാൻ ഞങ്ങൾക്ക് പ്രാപ്തി തരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ശരിയായ അഭ്യാസം കിട്ടിയിട്ടുള്ള ഒരു മകൻ നമുക്ക് ഈ അടുത്ത കാലത്ത് ഏറ്റവും മാതൃകാപരമായ ഒരു യാത്രയയപ്പ് കേരളം കൊടുത്തു. ഇന്നും അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയിലേക്ക് ആളുകൾ ഓടി വരുന്നു. കാരണം എന്താണ്? ഞാൻ പറയുന്നത്, എൻ്റെ അറിവിൽ ഞാൻ പറയുകയാണ്, ഇത്രമേൽ വിനയസമ്പന്നയായ ഒരു മാതാവിൻ്റെ മകനായിട്ട് ജനിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ്. ഏത് വലിയ കസേരയിൽ തൻ്റെ മകൻ ഇരിക്കുമ്പോഴും ഏറ്റവും ലളിതമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഏറ്റവും താഴ്മയോടുകൂടെ മറ്റുള്ളവരോട് ഇടപെട്ട ഒരമ്മ, ആ മഹാനായ മനുഷ്യനുണ്ടായിരുന്നു എന്നുള്ളതും, പുതുപ്പള്ളി പള്ളിയിൽ വന്ന് കണ്ണുനീരോടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരമ്മയുണ്ടായിരുന്നു എന്നുള്ളതും ആ മകൻ്റെ ഏറ്റവും വലിയ ധന്യത ആയിരുന്നു. നമ്മുടെ ഉത്തരവാദിത്തം ഇതാണെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു വലിയ കടമ നമ്മൾ തിരിച്ച് മനസ്സിലാക്കുക. അഭ്യസിക്കുക. അതിനെന്ത് ചെയ്യണം? 1, ക്ഷമയോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ ആദ്യം ക്ഷമാസമ്പന്നരാകുക. ഈ സ്ത്രീകൾ ഒത്തിരി ഇപ്പം ബഹളം വെക്കുന്നവരാണ്. അതുകൊണ്ട് ക്ഷമയോടുകൂടി ക്രിയേറ്റ് ആൻ ആർട്ട് ഓഫ് ഫോർഗെറ്റിംഗ് ദ അൺപ്ലസന്റ്. വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ചിലതൊക്കെ ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ്, മറന്നിട്ട് എന്ത് ചെയ്യണം? ക്ഷമിച്ചിട്ട് സമാധാനത്തോടുകൂടെ സംസാരിക്കുവാനായിട്ട് പഠിക്കുക. ചില ചട്ടങ്ങൾ, അതാണ് ഈ അഭ്യസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ചില ചട്ടങ്ങൾ നമ്മൾ സ്ഥാപിച്ച് എടുക്കേണ്ടതായിട്ട് ഉണ്ട്. ചില ചട്ടങ്ങൾ
വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന മകനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു എന്ന് സദൃശ്യവാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന മക്കൾ ലജ്ജ തലമുറകൾക്ക്, മാതാപിതാക്കൾക്ക് തരുന്നവരാണ്. അതുകൊണ്ട് ചില പോളിസി ടേക്കിംഗ്, ചില പ്രത്യേകമായിട്ടുള്ള ചിട്ടകൾ, അത് കതിരെ കൊണ്ട് വളം വെക്കാൻ പറ്റുകയില്ല. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ദാവീദ് ശ്രേഷ്ഠനായ രാജാവായിരുന്നുവെങ്കിലും അവിടെ അബ്നോൻ, അബ്ശാലോം, അദോനിയാവ് ഈ 3 മക്കളും തന്നിഷ്ടത്തിൽ പോയവരാണ്. കാരണം അവർക്ക് വല്ല സങ്കടം വരുമോ എന്നോർത്ത് അവർ തെറ്റ് ചെയ്തപ്പോൾ ദാവീദ് അവരെ അഭ്യസിപ്പിച്ചില്ല. അതുകൊണ്ട് അബ്ശാലോമിന് എന്തു പറ്റിയെന്ന് നമുക്കറിയാം. അദോനിയാവിന് സ്വയം രാജാവായിട്ട് പ്രഖ്യാപിച്ചു. ഇങ്ങനെയുള്ള തെറ്റുകൾ വരാതിരിക്കുവാൻ തക്കവണ്ണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 3 കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളിൽ ഉറപ്പിക്കണം. 1 സത്യസന്ധത, 2 ദൈവവിശ്വാസം, 3 നീ സൃഷ്ടാവല്ല, ദൈവത്തിൻ്റെ വെറും ഒരു സൃഷ്ടിയാണെന്നും നീ തിരിച്ചു വിളിക്കപ്പെടുമ്പോൾ ഇവിടെ നിന്ന് പോകാനുള്ളവരാണ് എന്നുള്ളത് കൊണ്ടും വിനയം. 3 വാക്കുകൾ ഹൃദയസ്ഥിതമാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. 1 സത്യസന്ധത. ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ്. അമ്മമാർക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കും സത്യസന്ധത ഉണ്ട്. 2ാമത്തേത് ദൈവവിശ്വാസം. അത് ആത്മഹത്യയിലേക്ക് കുട്ടികൾ പോവില്ല. ഒരു വിഷമം ഉണ്ടാകുമ്പോൾ ഉടനെ മദ്യം കുടിക്കാൻ പോവില്ല. ലഹരി മരുന്നിന് അഡിക്റ്റ് ആവില്ല. കാരണം എൻ്റെ ദൈവം കാണുന്നു. അതാണ് നമ്മൾ ആദ്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ ആദ്യം പഠിപ്പിക്കേണ്ടത് ബാബ ബ്ലാക്ക് ഷീപ്പ് അല്ല. നിന്നെ കാണുന്ന ദൈവം, നിന്നെ കേൾക്കുന്ന ദൈവം, നിന്നെ നോക്കുന്ന ദൈവം, നിന്നെ അറിയുന്ന ദൈവം, നിന്റെ കയ്യിൽ പിടിക്കുന്ന ദൈവം. ഇങ്ങനെയുള്ള വാക്കുകളാണ് കുഞ്ഞുങ്ങൾക്ക് വല്യമ്മച്ചിമാരും വല്യപ്പച്ചന്മാരും പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് വളരെ വിനയമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ സത്യസന്ധത, വിശ്വാസം, വിനയം. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 1 ക്രിസ്തുവിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം കൊടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം അപ്പയുടെ ജീവിതത്തിൽ, അമ്മയുടെ ജീവിതത്തിൽ ദൈവത്തിനുള്ളതാണെന്ന് കുഞ്ഞിന് ഫീൽ ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നാം കുറച്ചുകൂടെ നിസ്വാർത്ഥരാകുക. ഷെയറിങ് ആൻഡ് കെയറിങ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൽ മുങ്ങിപ്പോകാതിരിക്കത്തക്കവണ്ണം കുറച്ച് സമയം തുറന്ന് സംസാരിക്കുവാൻ വീട്ടിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. അവധിക്കെങ്കിലും കുഞ്ഞുങ്ങൾ വരുമ്പോൾ ഒരുമിച്ചിരുന്നൊന്ന് വർത്താനം പറയാനായിട്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എന്നൊന്ന് പറഞ്ഞ് അവരെ അടുത്തിരുത്തി ഒന്ന് സംസാരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത കാലത്ത് കോളേജിൽ പഠിക്കുന്ന മകളുള്ള ഒരു ദമ്പതികൾ വീട്ടിൽ വന്നിട്ട് എന്നോട്, അവർ 2 പേരും തമ്മിൽ നല്ല പൊരുത്തക്കുറവുകളുണ്ട്. അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞതാണ്, മാഡം എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോടൊന്നും മിണ്ടാനില്ല, വിഷയമില്ല. അപ്പോൾ ഞാൻ അവരോട് ഈ ക്രിസ്ത്യൻ പേരൻറ്റിങ്ങിനെ കുറിച്ച് പറയേണ്ടതായിട്ട് വന്നു. നിങ്ങൾ തമ്മിൽ ഐക്യമില്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ കുഞ്ഞ് എന്ത് കണ്ടാണ് വളരുന്നത് എന്നതിലൂടെ പോയി ദൈവത്തിൻ്റെ അതിരറ്റ കൃപയാൽ ഇന്നവർ ഏറെ ക്ഷേമമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ക്വാളിറ്റി ടൈം അഭ്യസിപ്പിക്കുമ്പോൾ ക്വാളിറ്റി ടൈം കുഞ്ഞുങ്ങളോട് കൊടുക്കുകയും അവരെ ആദരവോടുകൂടി അവർ സംസാരിക്കുവാൻ അനുവദിക്കുകയും ചെയ്യുക. അടുത്ത തലമുറ ഒത്തിരി നല്ല ആശയങ്ങൾ ഉള്ളവരാണ്. അവരുടെ ആശയങ്ങൾ കേൾക്കുക, അവരുമായിട്ട് ഇടപെടുവാനായിട്ട് ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക. എനിക്ക് മാത്രമേ എല്ലാം അറിയാവൂ എന്ന ഭാവം മാറ്റിയിട്ട് അടുത്ത തലമുറയുമായിട്ട് സംസാരിക്കുവാനും അവരുമായിട്ട് ഇടപെടുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അഭ്യസിപ്പിക്കേണ്ടത് എനിക്ക് തോന്നുന്നു 5 കാര്യങ്ങളാണ്. 1 സമയം നന്നായിട്ട് മാനേജ് ചെയ്യാൻ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കുക. ധനവും താലന്തും നന്നായിട്ട് മാനേജ് ചെയ്യാൻ. ഈ അടുത്ത കാലത്ത് ഒരാൾ എന്നോട് പറഞ്ഞതാണ്, IT-യിൽ വർക്ക് ചെയ്യുകയാണ്, 6 ദിവസവും വർക്കുണ്ട്, 7-ാം ദിവസം പിന്നെ എന്തോ ചെയ്യാൻ, കിട്ടിയത് മുഴുവൻ അടിച്ച് പൊളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ഇപ്പം വീണ്ടും സുവിശേഷത്തിലേക്ക് തിരിച്ചു വന്ന പയ്യൻ. കാരണം അത്രമേൽ മാറ്റം ആ കുട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് ബന്ധങ്ങൾ, ആൺപെൺ ബന്ധങ്ങൾ എങ്ങനെ സൂക്ഷിക്കണമെന്ന് പഠിപ്പിക്കുക. 4-മതായിട്ട് ആഘോഷങ്ങൾ. ഇന്ന് ആഘോഷങ്ങളെല്ലാം മദ്യത്തിൽ കുളിക്കുന്നവയാണ്. ആഘോഷങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ക്രിസ്തു കേന്ദ്രീകൃതമായി എങ്ങനെ ആയിരിക്കണമെന്ന് പഠിപ്പിക്കുക. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവ കേന്ദ്രീകൃതമായും നമ്മുടെ കുടുംബം എന്ത് എന്ന് മനസ്സിലാക്കിയും എടുക്കുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. അത് ഉത്തമ ക്രൈസ്തവ രക്ഷാകർതൃത്വത്തിൻ്റെ അഭ്യസനത്തിൽ വരുന്നതാണ്.
ഏറ്റവും അവസാനമായിട്ട് നാലാമതായിട്ട് ശിക്ഷണം നൽകുക. എങ്ങനെയാണ് നമ്മൾ ആ കുഞ്ഞുങ്ങളെ ശിക്ഷണം കൊടുത്ത് വളർത്തേണ്ടത്? ഏലി പുരോഹിതൻ മഹാപുരോഹിതനായിരുന്നിട്ടും തൻ്റെ മക്കൾ വഴിതെറ്റിപ്പോയി. എന്തുകൊണ്ടാണ് അവർ വഴിതെറ്റിപ്പോയത്? അവർ ദൈവദൂഷണം പറഞ്ഞപ്പോൾ അദ്ദേഹം തിരുത്തിയില്ല. അകൃത്യം ചെയ്തപ്പോൾ അദ്ദേഹം തിരുത്തിയില്ല. ഈ അടുത്ത കാലത്ത് കേട്ട നല്ല ഒരു കഥ ഇത്രയുമേ ഉള്ളൂ. ഒരു ചായ തട്ടുകട നടത്തുന്ന മനുഷ്യനാണ്, ചെറിയ കട. അവിടെ എല്ലാ വിഷയങ്ങളും നന്നായിട്ട് സംസാരിക്കും. അവിടെ കാപ്പി കുടിക്കാൻ വരുന്നവർ ഉന്നതമായ ഭരണത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും എല്ലാത്തിനും അഭിപ്രായം ഈ മനുഷ്യൻ പറയും. അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്തത് ഒന്നേ ഉള്ളൂ, നന്നായിട്ട് ചായ ഇടാൻ മാത്രം അറിയില്ല. ഇതാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ അപ്പുറത്തെ വീട്ടിലെ കുറ്റം പറയും, ഇപ്പുറത്തെ വീട്ടിലെ പിള്ളേരെ കുറിച്ച് പറയും, ഇപ്പുറത്തെ വീട്ടിലെ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പറയും. എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ ബന്ധം എങ്ങനെയുണ്ട്? ദൈവം ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾ എങ്ങനെയുണ്ട്? അവരുടെ കുടുംബജീവിതം എങ്ങനെയുണ്ട്? അവർ മറ്റുള്ളവരെ കരുതുന്നത് എങ്ങനെയുണ്ട്? അവരെങ്ങനെയാണ് സമയം ചിലവിടുന്നത്? ആഘോഷങ്ങളിൽ അവർ ധരിക്കുന്ന വസ്ത്രം എന്താണ്? അവരുടെ ഇടപെടലും പെരുമാറ്റ ശൈലികളും എന്താണ്? അവർ കുറ്റം ചെയ്യുമ്പോൾ, അകൃത്യം ചെയ്യുമ്പോൾ, ദൈവദൂഷണം പറയുമ്പോൾ തിരുത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഏലി പുരോഹിതനെ പോലെ മൗനം പാലിക്കുകയാണോ? അവരെ കൂടുതൽ അകൃത്യത്തിലേക്ക് വിടുകയാണോ? അതോ ഇയ്യോബ് ചെയ്തതുപോലെ ഓരോ പൊതു ചടങ്ങുകൾക്ക് ശേഷവും എൻ്റെ മക്കൾ പാപം ചെയ്തു പോയിരിക്കും എന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥനയും യാഗവും നടത്തിയ ഇയ്യോബിനെ പോലെ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇയ്യോബ് നേരുള്ളവനും നിഷ്കളങ്കനും ദൈവഭക്തനും ആയ മനുഷ്യൻ തൻ്റെ മക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതായിട്ട് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് ശിക്ഷണം നടത്തുമ്പോൾ കോപവും ക്രൂരതയും പാടില്ല. പലരും നമ്മുടെ ദേഷ്യം തീർക്കുവാൻ കുട്ടികളെ ഉപയോഗിക്കുകയാണ്. കോപവും ക്രൂരതയും പാടില്ല. പരസ്യമായി മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് കുട്ടികളെ ശിക്ഷിക്കാനും പാടില്ല. മറിച്ച് ചെയ്യാത്ത തെറ്റിനും കുട്ടികളെ ശിക്ഷിക്കുവാനായിട്ട് പാടില്ല. വിത്ത് മെച്വർ മൈൻഡ്, പാകതയോടെ പക്വതയോടെ കുഞ്ഞുങ്ങളെ തെറ്റു പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അവരെ തിരുത്തിയെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും അവരുടെ കുറവുകൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമുക്ക് ഉള്ളത്. അത് സുബോധത്തോടുകൂടി പന്നിക്കൂട്ടത്തിൽ നിന്ന് വന്ന മകനെ സ്വീകരിച്ച ആ സ്വീകരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്ങനെയാണ് സ്വീകരിച്ചത്? ദൂരത്ത് നിന്ന് അപ്പൻ അവനെ കണ്ടു. നമുക്ക് നമ്മുടെ മക്കളെ കാണുവാൻ സാധിക്കുന്നുണ്ടോ? അവരെവിടെയായിരുന്നോട്ടെ, 10,000 കിലോമീറ്റർ ദൂരെയാണെങ്കിലും നമുക്ക് നമ്മളുടെ മക്കളെ കാണുവാൻ സാധിക്കുന്നുണ്ടോ? മനസ്സലിഞ്ഞു ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ഇതാണ് ഒരപ്പനും അമ്മയും ചെയ്യേണ്ടത്. കുറവുകളുള്ള മകനെ ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം നമ്മൾ താഴ്മയുള്ളവരായിട്ട് തീരുക. ഒരു നദിയും താഴോട്ടല്ലാതെ മുകളിലോട്ട് ഒഴുകിയിട്ടില്ല. അത് പ്രകൃതിയുടെ നിയമമാണ്. യുവത്വത്തിലിരിക്കുന്ന മക്കള് നമ്മളെ വന്നങ്ങ് റെസ്പെക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത്ര എളുപ്പമല്ല. ചില സാഹചര്യങ്ങളിൽ അവിടെ നമ്മൾ അല്പം വിട്ടുവീഴ്ച ചെയ്താലും ആ ബന്ധം ദൃഢപ്പെടുത്തി സ്ഥിരപ്പെടുത്തി പോകുന്നതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അവരുടെ കൂട്ടുകാരാരാണെന്ന് അറിയുക. നല്ല കൂട്ടുകാർ, ജ്ഞാനികളോടുകൂടെ നടക്കുന്നവർക്ക് ജ്ഞാനം ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അവരുടെ കൂട്ടുകാരെ അറിയുവാനും അവരുടെ പഠനക്ഷമത മനസ്സിലാക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ സങ്കീർത്തനത്തിന് 84-ാം സങ്കീർത്തനമാണ് ഇവിടെ വായിച്ചത്. അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിച്ചു, നേരോടെ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നേരോടെ നടക്കുന്നവൻ. എല്ലാ വിവാഹ ശുശ്രൂഷ കഴിയുമ്പോഴും നമ്മൾ 128-ാമത്തെ സങ്കീർത്തനം പാട്ടായിട്ട് ചൊല്ലും. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമുക്കൊരു ചോദ്യം ചോദിക്കാം, നമുക്ക് ദൈവത്തോട് ഭയമുണ്ടോ? ദൈവമേ, നീ തന്ന ആയുസ് 50 ആയിക്കോട്ടെ, 60 ആയിക്കോട്ടെ, 70 ആയിക്കോട്ടെ, 40 ആയിക്കോട്ടെ, 30 ആയിക്കോട്ടെ, അവൻ്റെ വഴികളിൽ സഞ്ചരിക്കുവാൻ എത്ര പ്രാവശ്യം കാലിടറിപ്പോയി, എത്ര പ്രാവശ്യം പാതയിൽ വഴി തെറ്റിപ്പോയി, എത്ര പ്രാവശ്യം ബ്രേക്ക് ഇടേണ്ടപ്പോൾ ബ്രേക്ക് ഇടാതെ പോയി, എത്ര പ്രാവശ്യം ആക്സിലറേഷൻ കൂടിപ്പോയി, എത്ര പ്രാവശ്യം വഴി മാറിപ്പോയി. കർത്താവെ, തിരിച്ചു വരുവാൻ, സുബോധത്തോടെ തിരിച്ചു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ആൺമക്കളെ മനസ്സലിവും ദയയുമുള്ളവരാക്കി വളർത്തുക.
ഒരു ഹോംവർക്ക് തരാം. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം വീട്ടിൽ പോയി ഒന്ന് വായിക്കണം. അപ്പൻ അമ്മ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു അധ്യായമാണ് തീത്തോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം. അവിടെ മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ട് പോകരുത്. സദൃശവാക്യം പഠിപ്പിക്കുന്നതാണ്. വശീകരണങ്ങൾ ഒത്തിരി ഉണ്ടാകാം. അവിടെ ജ്ഞാനികളോടുകൂടെ നടന്ന് ജ്ഞാനം സമ്പാദിക്കുവാൻ തക്കവണ്ണം സകല ജാഗ്രതയോടും കൂടെ നിന്റെ ചിന്താമണ്ഡലങ്ങളെ നിർമ്മലമായി സൂക്ഷിക്കുന്നതിന് ആൺമക്കളെ എക്യുപ്പ് ചെയ്ത് വളർത്തുക എന്നുള്ളത് രക്ഷാകർതൃത്വത്തിൻ്റെ ഒരു വലിയ പടിയാണ്. രണ്ടാമത്തേത് പെൺമക്കളോടാണ്. 3 സെറ്റ് പെൺമക്കളെ കുറിച്ച് പറയാം. സദൃശവാക്യം പഠിപ്പിക്കുന്നതാണ്. ഭോഷത്വമുള്ള പെൺമക്കളുണ്ട്, ജ്ഞാനികളായ പെൺമക്കളുണ്ട്. നമുക്ക് വേണ്ടത് ആരെയാണ്? ജ്ഞാനികളായ പെൺമക്കളെയാണ്. വി ഡോണ്ട് വാണ്ട് ഫൂളിഷ് ചിൽഡ്രൻ, അല്ലേ? വി ഡോണ്ട് വാണ്ട് ഫൂളിഷ് ഡോട്ടേഴ്സ് ആൻഡ് ലേഡീസ്. നമുക്ക് വേണ്ടത് ജ്ഞാനികളായ, വിത്ത് വിസ്ഡം, ദൈവത്തിൻ്റെ ആ തിരിച്ചറിവ്, പരിജ്ഞാനികളായ പെൺമക്കളെയാണ് നമുക്ക് ആവശ്യം. ഇയ്യോബിൻ്റെ ഭാര്യയെ നമുക്കറിയാം. എല്ലാം തീർന്നുപോയി എന്ന് കണ്ടപ്പോൾ ഇയ്യോബിൻ്റെ ഭാര്യ ദൈവത്തെ നിഷേധിക്കുവാൻ ഭർത്താവിനോട് പറയുമ്പോൾ ഇയ്യോബ് വിളിക്കുന്ന ഒരു വിളിയുണ്ട്. പൊട്ടി എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പൊട്ടികളാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. ജീവിതത്തിൽ തകർച്ചകൾ, പരാജയങ്ങൾ വരുമ്പോൾ ദൈവത്തെ പഴിക്കുന്ന പൊട്ടികളാണോ നമ്മളെന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. അതോ അബീഗയിലിനെ പോലെ പരിജ്ഞാനമുള്ള സ്ത്രീകളാണ്? യോബിൻ്റെ ഭാര്യയെ പോലെ ഭോഷത്വമുള്ള സ്ത്രീയാണോ? ഒന്ന് അബീഗയിലിനെ പോലെ, ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം, അബീഗയിലിനെ പോലെ ജ്ഞാനിയായ സ്ത്രീയാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. 2, കലഹിക്കുന്നവളും ലാവണ്യവതിയും. കലഹിക്കുന്ന അനേകം സ്ത്രീകൾ, ആഹാബിൻ്റെ ഭാര്യയായ ഈസബേലിനെ പോലെ, ഹെരോദ്യ രാജാവിൻ്റെ ഭാര്യയെ പോലെ കലഹിക്കുന്ന സ്ത്രീകൾ ധാരാളം പേര് ഉണ്ട്. എന്നാൽ ലാവണ്യമുള്ള കർത്താവിൻ്റെ അമ്മ ഇൻ ഓൾ സെൻസ്, എല്ലാ അർത്ഥത്തിലും ഇത്രമാത്രം ഗ്രേഷ്യസ് ആയിട്ടുള്ള, ഷി വാസ് ഫുൾ ഓഫ് ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപ ഇത്രത്തോളം വ്യാപരിച്ച ഒരു സ്ത്രീ ഇല്ല. ആ സ്ത്രീരത്നമാണ് ഒരു ക്രൈസ്തവ മാതാവിൻ്റെ റോൾ മോഡൽ. ഒരു ക്രൈസ്തവ സ്ത്രീയുടെ റോൾ മോഡൽ അതാണ്. മാന്യമായി ഇടപെടുവാൻ തക്കവണ്ണം ലാവണ്യമുള്ള സ്ത്രീയാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ യെശയ്യാ പ്രവചനമൊക്കെ പഠിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് നിഗളികളായ സ്ത്രീകളെക്കുറിച്ച്. കണ്ണുകൊണ്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആംഗ്യം കാണിച്ച് കാലിലിടുന്ന ആഭരണം ഇട്ട് ശബ്ദം ഉണ്ടാക്കി നടക്കുന്ന സ്ത്രീകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ദേ ആർ റൂയിനിങ് ദ വാല്യൂസ്. They are ruining the values and the basement of the society. സ്ത്രീകളാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കർത്താവെ, അവിടുത്തെ അമ്മയെ പോലെ ലാവണ്യവതികളായ സ്ത്രീകളായി രക്ഷാകർതൃത്വത്തിൻ്റെ നല്ല പടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകുവാൻ ഞങ്ങളാകുന്ന മാതാപിതാക്കളെ സഹായിക്കണമേ. 3-ാമത് ഒരു സെറ്റ് സ്ത്രീകളുണ്ട്. മോഹപരവശയും 2 സുശീലയുമായ സ്ത്രീകൾ. മോഹപരവശയായ സ്ത്രീയാണ് യോഹന്നാൻ സ്നാപകൻ്റെ തല, അല്ലേ, മുറിപ്പിച്ച് കളയുന്നതായിട്ടുള്ള സ്ത്രീ. അവളുടെ ജീവിതത്തിൽ മുഴുവൻ ലസ്റ്റ്, അവളുടെ ജീവിതത്തിൽ മുഴുവൻ ലൈംഗികമായ താല്പര്യങ്ങളും ഇച്ഛകളുമാണ് ഉള്ളത്. എന്നാൽ നമുക്ക് വേണ്ടത് ആരെയാണ്? സുശീലയായ സ്ത്രീയാണ്. എസ്തേറിനെ പോലെ, ദെബോറായെ പോലെ, രൂത്തിനെ പോലെ ഒക്കെയുള്ള സ്ത്രീകളെ നമുക്ക് ആവശ്യമാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയുമേ ഉള്ളൂ. കനാന്യക്കാരിയായ സ്ത്രീയെ പോലെ കർത്താവേ, നിൻ്റെ പാദപീഠത്തിലേക്ക് ലോകമെങ്ങുമുള്ള മക്കളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, കർത്താവേ, ഭൂതം, ലഹരി എന്ന ഭൂതം, മദ്യപാനം എന്ന ഭൂതം, ലൈംഗിക അരാജകത്വം എന്ന ഭൂതം, അനുസരണക്കേടെന്ന ഭൂതം, ഒക്കെ നിരീശ്വരവാദം എന്ന ഭൂതം, ദൈവമില്ല എന്ന ചിന്ത, ഇതെല്ലാം കടന്നു വന്നിരിക്കുന്ന അനേകം കുഞ്ഞുങ്ങൾ ചിതറി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ തമ്പുരാനെ, കനാന്യ സ്ത്രീ അവൾ നിലവിളിച്ചുകൊണ്ട് തൻ്റെ മകളെ കർത്താവിൻ്റെ പാദപീഠത്തിങ്കിലേക്ക് കൊണ്ടുവന്നതുപോലെ ലോകമെങ്ങുമുള്ള മക്കളെ ഞങ്ങൾ പ്രഭാതത്തിലും സന്ധ്യാനേരത്തും നിൻ്റെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. തമ്പുരാനെ, ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ മാത്രമല്ല, സർവ്വമാതാപിതാക്കൾക്കും കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവമുള്ള പൈതങ്ങളാക്കി വളർത്തുന്നതിന് അവിടുത്തെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തീയ രക്ഷാകർതൃത്വത്തിൻ്റെ മഹനീയ പടികളിലൂടെ നടന്ന് ക്രിസ്തുഭാവത്തിലൂടെ നമ്മൾ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയായിരിക്കുമ്പോഴും പറയട്ടെ, ഹി ഓർ ഷീ വാസ് ഹെൽപ്പിംഗ് സംവെയർ. അപ്പയുടെ ജീവിതത്തിൽ, അമ്മയുടെ ജീവിതത്തിൽ, വീട്ടകത്തല്ലാതെ എവിടെ പോകുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി പോകുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കുക. വാർദ്ധക്യത്തിൽ നമ്മൾ ആരും ഒറ്റയ്ക്കല്ല. ഈ ഒരൊറ്റ പുസ്തകം മതി. ഇത് ധ്യാനിക്കുവാനുള്ള ഒരു മനസ്സ് മതി. ഒരേകാന്തതയും നമുക്കുണ്ടാവില്ല.
ഒരു സങ്കടവും നമുക്കുണ്ടാവില്ല. കാരണം എന്താണ്? യഹോവ എൻ്റെ സങ്കേതവും എൻ്റെ ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രക്ഷാകർതൃത്വത്തിൻ്റെ മനോഹരമായ പടികളിലൂടെ നടന്നു പോകുവാൻ കർത്താവെ ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾ ബാലപാഠങ്ങളിലൂടെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. തെറ്റുകൾ, കുറവുകൾ ഞങ്ങൾക്കൊത്തിരി വന്നിട്ടുണ്ട്. അവ തിരുത്തുവാൻ ഞങ്ങൾക്ക് അവിടുത്തെ തിരിച്ചറിവും പരിശുദ്ധാത്മ കൃപയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ 4 കാര്യങ്ങളാണ് ദൈവനാമത്തിൽ ചിന്തിച്ചത്. 1, കുടുംബത്തിൽ അടുത്ത തലമുറയ്ക്ക് പരമാവധി യഥാർത്ഥമായ സ്നേഹം പങ്കുവയ്ക്കുക. സ്നേഹത്തിൽ നമ്മൾ 4 വാക്കുകൾ കണ്ടു. 1 സത്യസന്ധത, 2 ദൈവവിശ്വാസം, 3 വിനയം, 4ാമത്തെ വാക്ക് മൂല്യബോധം. രണ്ടാമത് നമ്മൾ കണ്ടത് മാതൃകാ ജീവിതമുള്ള മാതാപിതാക്കളാകുന്നതിന് തമ്പുരാനെ ഞങ്ങളെ സഹായിക്കണമേ. നമ്മൾ പോകില്ലേ, യാത്ര പോകില്ലേ, വലിയ യാത്ര. നമ്മുടെ മക്കൾ പറയുമോ, ദൈവത്തെ ഞങ്ങൾക്ക് തന്ന അപ്പ, ദൈവത്തെ ഞങ്ങൾക്ക് തന്ന അമ്മ, വളരെ മാതൃകയോടെ ജീവിച്ച ഞങ്ങളുടെ അപ്പ സമാധാനത്തോടെ പോകുന്നുവെന്ന് നമ്മളുടെ മക്കൾ പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ക്രൈസ്തവ രക്ഷാകർതൃത്വം. 3, യഥാർത്ഥമായി അഭ്യസിപ്പിക്കുവാൻ. വി ഡോണ്ട് നോ ഹൗ ടു പ്രീച്ച് ആൻഡ് ഇൻസ്ട്രക്ട്. എങ്ങനെ പഠിപ്പിക്കണം, പ്രബോധിപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം വീട്ടിൽ നമുക്ക് 3 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 3 വ്യത്യസ്തരാണ്. ഒരാളോട് എടുക്കേണ്ട രീതിയല്ല മറ്റൊരാളോട്. ആ ഓരോരുത്തരുടെയും മാനസികാവസ്ഥകൾ മനസ്സിലാക്കി അവർക്ക് തിരിച്ചറിവിൻ്റെ നേരായ പാത പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. 4ാമതായിട്ട് നമ്മൾ കണ്ടത് നോ ആൻഡ് യെസ്. അല്ലെങ്കിൽ ലോകപ്രകാരം നമ്മൾ ചിന്തിച്ചാൽ, നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഗ്രീൻ സിഗ്നൽസ് ആൻഡ് റെഡ് സിഗ്നൽസ് കാണും. റെഡ് സിഗ്നൽ കാണുമ്പോൾ നിർത്തണം, ഗ്രീൻ സിഗ്നൽ കാണുമ്പോൾ വി ക്യാൻ സ്റ്റാർട്ട് ദ വെഹിക്കിൾ. ഇത് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് അറിയുവാൻ, അവരെ തിരിച്ചറിവോടുകൂടെ വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനേകർക്ക് നന്മ ചെയ്യുവാൻ തക്കവണ്ണം, ഞങ്ങൾ ചെയ്യുന്നത് കണ്ട് കുഞ്ഞുങ്ങൾ വളരുവാൻ തക്കവണ്ണം ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ ലോകത്തിൻ്റെ ആർത്തിയിലും അത്യാഗ്രഹത്തിലും ആഡംബരത്തിലും പെട്ടുപോകാതെ ദൈവത്തിൻ്റെ കൃപയുള്ള കുഞ്ഞുങ്ങളെ ഈ ലോകത്തിനും ദൈവലോകത്തിനും നൽകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ എളിയ കാലത്തിൽ ഞങ്ങൾക്കറിവില്ല, ഞങ്ങൾക്ക് അവിടുന്ന് തിരിച്ചറിവ് തന്ന് ക്രിസ്തീയ രക്ഷാകർതൃത്വത്തിൻ്റെ ശ്രേഷ്ഠമായ വഴികളിലൂടെ നടത്തുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. ഒരു മോശയെ അഭ്യസിപ്പിച്ച അമ്മയെപ്പോലെ, ഇസഹാക്കിന് ശക്തി കൊടുത്ത അബ്രഹാമിനെയും സാറായെയും പോലെ, യോനാദാബിൻ്റെ മക്കൾ പറഞ്ഞതുപോലെ ഞങ്ങൾ വീഞ്ഞു കുടിക്കില്ല എന്ന് പറയുവാൻ തക്കവണ്ണം, നോ എന്ന് പറയേണ്ടടുത്ത് അത് പറയുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളുടെ മക്കളെ സത്യത്തിൽ വളർത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. ദൈവസ്നേഹത്തിൽ വളർത്തുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് എല്ലാ വിധത്തിലുള്ളതായ നന്ദിയും കരേറ്റിക്കൊണ്ട് ഇന്ന് ഈ ദേവാലയത്തിൽ വരുന്ന ദിവസങ്ങളിൽ നടത്തുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ടുപോകാതെ, നിങ്ങളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം എനിക്കാണുള്ളത് പറഞ്ഞു പോകാതെ, കൂടുതൽ അത് കുടുംബത്തിലും അതുപോലെ നമ്മൾ വ്യാപരിക്കുന്ന ഇടയിലും ദൈവകൃപ വ്യാപരിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ വ്യാപരിക്കത്തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും ഈ നൊയമ്പ് കാലത്ത് കൂടുതൽ എളിമപ്പെടുത്താം. നൊയമ്പ് നൊമ്പരത്തിൻ്റെതാണ്. ഒന്ന് വേദനിക്കണം മനസ്സ്. ചില ഭക്ഷണം വെടിഞ്ഞാൽ പോരാ, മറിച്ച് അനുതപിക്കണം, അനുരഞ്ജനപ്പെടണം. ആരോടെങ്കിലും എന്തെങ്കിലും പിണക്കം ഉണ്ടെങ്കിൽ അനുരഞ്ജനപ്പെടണം, മനോവിനയപ്പെടണം, തിരുത്തണം. നമുക്കൊക്കെ കുറവുകളുണ്ട്, നമുക്ക് തിരുത്തണം. ദൈവസന്നിധിയിൽ ഒരു പടി കൂടി രൂപാന്തരപ്പെട്ട് വേണം 15ാം ദിവസം വിശുദ്ധ കുർബാന അനുഭവിച്ച് സന്തോഷത്തോടെ, ഒരു ആത്മീയ ഉണർവോടും സന്തോഷത്തോടും കൂടി ഭവനങ്ങളിലേക്ക് പോകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. ഇങ്ങനെ നല്ല ഒരു കാര്യം ക്രമീകരിച്ച ഈ ദേവാലയത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ടവരോടും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. അതിലുപരി ദൈവത്തോടും